ഹായ് എവ്രി വൺ. അപ്പം ഞാനിപ്പം ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരു റിയാക്ഷൻ, അതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയുള്ള ഒരു റിയാക്ഷൻ തരണമെന്ന് വിചാരിച്ചത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ കാട്ടപരാധം കേട്ടിട്ട് ഫാമിലിയിലുള്ളവരും വീട്ടിലുള്ളവരും മോനും ഒക്കെ ഇത് കേട്ടു. അപ്പം വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞു, എന്തുകൊണ്ടാണ് അതിനെ പ്രതികരിക്കാത്തത്, എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും അത് അവർക്ക് റീച്ച് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ റിജക്റ്റ് ചെയ്ത് കളയണത് എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് റിയാക്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ റിയാക്ഷൻ ഇട്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം ഓൺ ഫാമിലി, എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ മകനും വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. ഇത് ഒന്ന്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇന്നലെ വൈകുന്നേരം ഷഫീന ബീവി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബിനകത്ത് ഉള്ള ആണുങ്ങളെ പറ്റിയിട്ടായിക്കോട്ടെ പെണ്ണുങ്ങളെ പറ്റിയിട്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഈ പബ്ലിക് ഫെയിമായിട്ട് നിൽക്കുന്ന മനുഷ്യന്മാരെ മൊത്തവും എടുത്തിട്ട് അവരുടെ കുടുംബത്തിനെടുത്തിട്ട് കാട്ടപരാധം പറയുന്ന ഒരു സ്ത്രീയാണ് ഷഫീന ബീവി. പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല, ഒരു മണവും ഇല്ല, ഒന്നുമില്ല. എൻ്റെ പേര് ദിയാസന, ഷഫീന ബീവിയോടാണ് സംസാരിക്കുന്നത്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാനൊരു 10-15 കൊല്ലായി ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും മൈനോറിറ്റി മനുഷ്യർക്ക് വേണ്ടിയിട്ടും നിലകൊള്ളുന്ന ഒരാളാണ്. എൻ്റെ അടുത്തേക്ക് ഒരുപാട് കേസുകൾ വരാറുണ്ട്. എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ഗവൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫെ ഞാൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്താണ്. ഷഫീന ബീവി എൻ്റെ സ്റ്റാറ്റസ് ചോദിച്ചത് കൊണ്ടിട്ട് ഷഫീന ബീവിക്ക് അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ കൃത്യമായ സ്റ്റാറ്റസ് പറഞ്ഞത്. ഷഫീന ബീവിക്ക് മറ്റേ കുണ്ടിക്കകത്ത് കയറ്റുന്നതും മറ്റേ സാധനങ്ങളൊക്കെ പറ്റിയിട്ടേ പറയാനുള്ളൂ. അപ്പോൾ ഷഫീന ബീവിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. എൻ്റെ ജോബ് എന്ന് പറയുന്നത് ഞാനൊരു ഇവന്റ് കോർഡിനേറ്ററാണ്. അതുപോലെ ഞാൻ തെലുങ്ക് കന്നഡ സിനിമകളുടെയൊക്കെ റീഡബ് ചെയ്യുന്ന ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ ചിലപ്പോൾ ഹോസ്റ്റൊക്കെ ചെയ്യും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. എൻ്റെ ജോലി, എനിക്ക് ബിസിനസ്സുണ്ട്. അപ്പം എൻ്റെ തൊഴിൽ അമ്മച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ല അമ്മച്ചിക്ക് അറിഞ്ഞുകൂടാന്ന് എനിക്ക് മനസ്സിലായി. അമ്മച്ചി കാട്ടപരാധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അമ്മച്ചിക്ക് എന്നെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞത്. എനിക്കൊരു മകനുണ്ട്, എൻ്റെ മകന് 18 വയസ്സുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ മകനെന്ന് പറയുന്നത് കാര്യപ്രാപ്തിയുള്ള, വിഷയങ്ങളെ മനസ്സിലാക്കാൻ സെൻസുള്ള, എല്ലാ കാര്യങ്ങളിലും നോളജുള്ള, അത്യാവശ്യം നല്ല പൊട്ടൻഷ്യലുള്ള, വിദ്യാഭ്യാസം കൊടുത്ത് മുന്നോട്ട് പോകുന്നൊരു കുട്ടിയാണ്. എന്താ പറയുക, വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു ഭർത്താവ്, അയാൾ ഈ നിമിഷം വരെ അയാളുടെ കുഞ്ഞിനെ കണ്ടിട്ടില്ല. ആ കുഞ്ഞിനെ വളർത്തുന്നത്, നോക്കുന്നത്, ആ കുട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം ഒരു അമ്മ എന്ന നിലയിൽ ഞാനും എൻ്റെ ഉമ്മായി, അത് പ്രത്യേകം പറയണം, ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിനക്ക് ഞാനിത് പറഞ്ഞു തരുന്നത് നിന്റെ കമൻ്റായിട്ട് വരുന്ന കുറേ നാറിയ ഓളികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമൻറ്റ്, എൻ്റെ ഈ എക്സ്പ്ലനേഷൻ തരുന്നത്. നീയും കൂടെ ഒന്ന് അറിഞ്ഞ് വെച്ചേരാ. അപ്പം നീ എവിടെയെങ്കിലും സംസാരിക്കുമ്പം നീ എന്നെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞിട്ടൊക്കെ വരണം. നിന്റെ ചട്ടുകാലം വെച്ചുകൊണ്ട് നീ കാട്ടപരാധത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ നീ വിവരം അറിയും മറ്റേ മോളെ. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവുകയാണ് അമ്മച്ചീര കഥ. ഇത് ആരംഭിക്കുന്നത് നമ്മുടെ ഒരു ലൈവ് ഞാൻ വെറുതെ മെനിങ്ങാന്ന് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ നമ്മുടെ രേണു സുധിയെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നു, എനിക്ക് രേണു സുധിയെ ഇഷ്ടമാണ്, ഞാൻ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം കിച്ചു പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു, കിച്ചുവിൻ്റെ ട്രോമയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ കിച്ചുവിൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന, കിച്ചുവിനെ ഇപ്പം വന്ന് ഇളക്കി വിടുന്ന ആളുകൾ ഭയങ്കര പ്രശ്നമായിട്ടുള്ള ആളുകളാണ്. അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. നാളെ അമ്മയും മക്കളും ഒക്കെ ഒന്നാവും. അവസാനം ഈ പറഞ്ഞ കാട്ടപരാധങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഈ പറഞ്ഞ ഇവളെ പോലെയുള്ള കുഴുത്തുരുമ്പ് പിടിച്ച സാധനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയും ആ 10-21 വയസ്സായ കൊച്ചു കാര്യമായിട്ട് ഈ ഐറ്റം ഏതാണെന്നുള്ളത് തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞു കൊടുത്തത്. ശരിക്കും അപ്പം കാണാൻ ഇവളൊരു വീഡിയോ ഇട്ടിരിക്കുക, നിങ്ങൾ കേൾക്കണം. ഫെയറാണ്, ഫെവറല്ല, അവളെ മോന്തയ്ക്കുള്ളതാണ് ഞാൻ പറയണത്. എന്റെ മൂലം മാതിരി ഇരിക്കണം അവളെ മോന്ത.
നേരം പോക്ക് ടൈം പാസ്. കാരണം എന്താ വെച്ചാല് ഇവക്ക് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവക്ക് തിന്നണമല്ലോ, വായിനകത്തോട്ട് വല്ലത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കണ്ട പെണ്ണുങ്ങൾ അവരാധിക്കണം. അതായത് അവള് പറയണത് വീഡിയോയുടെ തുടക്കത്തിൽ ഷെഫീന ബീവി എന്തിന് രേണുവിനെ പറ്റി ചുമ്മാ നേരം പോക്ക് ടൈം പാസ്. ഇവളെ തള്ള മറ്റേ തൂറിയിട്ടുണ്ടാക്കിയല്ലേ രേണു സുധിയെ. ഇവക്ക് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് കാട്ടവരാതം പറയാം കണ്ട പെണ്ണുങ്ങളെ പറ്റിയിട്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അലവലാതി വന്നിരുന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവള് നാണമില്ലാത്ത വേലത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല അല്ലേ. അവള് പറയുന്നുണ്ട് അതിനകത്ത് അവളെ ടൈം പാസ് ആണ് അത്രേ, അവളെ ടൈം പാസ്. അവൾക്ക് തിന്നിരുന്ന് കണ്ട പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞിട്ട് അവളുടെയൊക്കെ കാട്ടം എടുത്ത് തിന്നാൻ, അതാണ് അവളെ ടൈം പാസ്. ഒരു സാധനം കേൾക്കണം കേട്ടോ. എടി ഞാൻ ഭയങ്കര സൂപ്പർ മിടിക്കടി എടി, പറയടി പറ. ഞാൻ സൂപ്പർ മിടിക്കുക, എനിക്ക് എന്നെ പറ്റിയിട്ട് നല്ല ബോധ്യമുണ്ട്. ഞാൻ അടിപൊളിയാ. നിന്നെ പോലത്തെ കാട്ടവരാതങ്ങളൊക്കെ കുറെ കണ്ടും കൊടുത്തും വന്നവൾ തന്നെയാണ് ഞാൻ. കൊടുത്തത് ഈ കൊടുപ്പ് കേട്ടോ, വന്നവൾ തന്നെയാണ് ഞാൻ. അപ്പോ ചേച്ചി മനസ്സിലാക്കുക, എന്നെ ഊമ്പാൻ ഇറങ്ങിയിരിക്കണം. 2 കൊല്ലം മുമ്പ് ഈ കണ്ടവരാതിയെ, ഈ പഞ്ചവരാതിയെ ഞാന് നല്ല വൃത്തിക്ക് ഓട്ടിച്ചെന്ന് പറഞ്ഞാ തെറിയെന്ന് പറഞ്ഞാ തെറി അമ്മാതിരത്തെ തെറി എനിക്ക് വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായി. കാരണം ഇവള് കണ്ടവരെ വിഷയത്തിനകത്ത് ഇടപെടാൻ മറ്റവള പെണ്ണുങ്ങളെ പറയിപ്പിക്കാൻ ഇറങ്ങിയ ഒരു പെണ്ണ. അപ്പൊ എൻ്റെ അടുത്ത് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ഒരു കാട്ടവരാതി സ്ത്രീ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെ കുറേ അപരാധങ്ങൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്കെതിരെ ഒന്നും പറയാത്തെ, ഒന്നും പ്രതികരിക്കാത്തെ എന്നൊക്കെ. അപ്പൊ ഞാൻ കുറെ കേട്ട് നമ്മളെ പേഴ്സണൽ സ്പേസിലേക്ക് എത്തി. ഇവളെ എനിക്ക് അറിഞ്ഞൂടാ, ഇവളൊരു കാട്ടവരാതിയാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ ഇവളെ പറ്റിയിട്ട് ഞാൻ ഇവളുടെ കാട്ടവരാധങ്ങൾ കണ്ടിന്യൂ ആയ സമയത്ത് ഞാൻ ഇവളെ പറ്റി അന്വേഷിക്കുകയാണ്. ഇവള് ദുബായിൽ എന്തൊരു പരിപാടി, ഇവള് അവിടെ എന്തായിരുന്നു ചട്ടുകാലം വെച്ച് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ അവള് വീട്ടിലിരുന്ന് ഇവളെ 2 ആമക്കളെയും വെച്ചുകൊണ്ടിരുന്ന് എന്തിനാണ് ചെയ്യണത്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ അമ്മച്ചീര കണ്ടിന്യൂഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഇതാക്കാം. ഞാൻ രേണുവിനൊപ്പമാണ്, ഞാൻ രേണുവിന്റെ കൂടെ തന്നെയാണ്. രേണു എന്ന സ്ത്രീക്കൊപ്പമാണ്. അപ്പൊ കിച്ചു പറഞ്ഞത് കിച്ചുവിന്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് കിച്ചു പറഞ്ഞത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് രേണു കിച്ചുവിനെ ഉള്ളവരാകുമ്പോ നോക്കണം, അല്ലെങ്കിൽ കിച്ചുവിനെ രേണുവാണ് നോക്കേണ്ടത് എന്നൊരു ബാധ്യത രേണുവിന് വരുന്നത്? വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. രേണുവിന് അതായത് ഞാൻ പറഞ്ഞു 21 വയസ്സായ പ്രായപൂർത്തി കഴിഞ്ഞ ജോലിയൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു കൊച്ചിനെ നോക്കേണ്ട ബാധ്യത എങ്ങനെയാണ് ഈ പറഞ്ഞ രേണുവിന് ഉണ്ടാകുന്നത്. ഈ സതീദേവി സമ്പ്രദായമൊന്നും ഇവിടെ ഇല്ല. അതായത് മറ്റേ ഭർത്താവ് മരിച്ചാൽ തീ ചാടി ആത്മഹത്യ ചെയ്യണം ഭാര്യ എന്ന സെറ്റപ്പില് അങ്ങനെയൊന്നും ജീവിക്കേണ്ട കാര്യമില്ല. രേണുവിന്റെ ഇഷ്ടത്തിന് ജീവിക്കാം. രേണുവിന് വളരെ ചെറിയ പ്രായമാണ്, രേണുവിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. മാത്രമല്ല രേണുവിന് ജീവിക്കാൻ വേണ്ടിയിട്ട് പൈസേന്റെ ആവശ്യമുണ്ട്. അപ്പൊ കുറെ കഷ്ടപ്പെട്ടിട്ടായിരിക്കാം എന്തായാലും ആ സ്ത്രീ ജീവിക്കുന്നുണ്ടാവുക. അപ്പൊ ആ സ്ത്രീയുടെ ജീവിത രീതികളെയൊക്കെ നമ്മള് വന്നിരുന്നിട്ട് ഇങ്ങനെ വലിച്ച് കീറി ഇഷ്ടം പോലെ മനുഷ്യന്മാരാണ് രേണുവിനെ കൊണ്ട് തിന്നത് ജീവിക്കുന്നത്. ഇഷ്ടം പോലെ, ഇൻക്ലൂഡഡ് ഈ ഷഫീന ബീബി എന്ന് പറയുന്നവള് ഏകദേശം 2 കൊല്ലമായിട്ട് എനിക്ക് തോന്നുന്നു ഇവളുടെ രേണുവിന്റെ തന്നെയാണ് വരുമാനം. രേണുവിന്റെ പേരാണ് ഇവളുടെ വരുമാനം. ഇവള് തിന്ന് തൂർന്നത് മുഴുവനും രേണുവാണ് ശരിക്കും പറഞ്ഞ. വേറെ ആരും ഇല്ല ഇവളുടെ ഇടയിൽ. ഇതിന്റെ ഇടയിൽ വരും കുറെ മനുഷ്യന്മാർ, ഈ ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ട് പിള്ളേർ ഓരോരുത്തർ വരുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ വ്യക്തി ജീവിതത്തെ കയറി പിടിക്കും. അതില നൂറ, ജാസ്മിൻ, നോറ, സായി, ഇവര് ഖാദർ, എനിക്ക് അറിഞ്ഞൂടെ. ഇവളിനി ഇല്ലാത്ത മനുഷ്യല്ല. ആ തനൂജ, ഒരു പെൺകുട്ടീനെ ഒറ്റയ്ക്ക് വളർത്തുന്ന തനൂജ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഈ സ്ത്രീ ആക്രമിച്ചതുപോലെ എനിക്ക് തോന്നുന്നില്ല ഇത് അമ്മാതിരത്തെ എക്സ്ട്രീം ലെവൽ ആക്രമണം എന്റെ ജാസ്മിനെ ആക്രമിച്ച അത്രയും എക്സ്ട്രീം ഒക്കെ ഇവള് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം അമ്മാതിരത്തെ ഒരു അപരാധി. അത് ഈ കാലം വെച്ച് ഈ ചട്ടുകാലം വെച്ച് ഇവളെ നമുക്കിത് പറയേണ്ടി വരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇങ്ങനത്തെ ഒരു അപരാധി ആയിപ്പോയി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവളെ കയറിയ ആളുകൾ ചെയ്തു പോയേനായിരുന്നു. കാരണം ഇവള് ജീവിക്കാൻ കൊള്ളാത്ത ഇവള് ചത്തുപോണം, അങ്ങനത്തെ ഒരുത്തിയാണ്. അങ്ങനത്തെ ഒരു ഫ്രോഡ്. ഈ ഫ്രോഡ് വന്നിരുന്ന് അടിക്കണ അടിയാണ് വണ്ടർഫുൾ. രേണുവിന് നോക്കേണ്ട ബാധ്യതയില്ല. ഇപ്പോഴും ഞാൻ പറയണേന്, കിച്ചു എന്ന് പറഞ്ഞ 21 വയസ്സായ
പ്രായപൂർത്തിയായ കാര്യപ്രാപ്തിയുള്ള ഒരു പയ്യനെ നോക്കേണ്ട ബാധ്യത രേണുവിന് ഇല്ല. കിച്ചു എന്ന് പറയുന്ന കൊച്ചിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് രേണുവിന്റെ അച്ഛനോടും അമ്മയോടും രേണുവിനുണ്ട്. അത് ഞാൻ പറയും. കാരണം അച്ഛനും അമ്മയും എന്ന് പറയുന്നത് രേണുവിന്റെ ഇളയ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. രേണു പോകുന്നതാണ് രേണുവിന്റെ സ്വന്തം ചോരയാണ്. സ്വന്തം ചോരയും അല്ലാത്തതും വ്യത്യാസം തന്നെയാണ്. പക്ഷെ ഒരിക്കലും ആ കുട്ടിയെ ബുദ്ധിമുട്ടിലാക്കാനോ അങ്ങനെയോ ഒന്നുമല്ല ഈ വിഷയം സംസാരിക്കുന്നത്. ഈ പറഞ്ഞ കിച്ചുവിനെ ഈ പറഞ്ഞ സുധിച്ചേട്ടനും ശാലിനിയും നോക്കേണ്ടതായിരുന്നു. അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ട്രോമയ്ക്ക് മുഴുവനും കാരണം ഇന്ന് മരിച്ച് തലയ്ക്കുമേന്നിരിക്കുന്ന അവരുടെ അച്ഛനും അമ്മയാണ്. അത് ഉറപ്പായിട്ട് അത് പറഞ്ഞേ പറ്റുള്ളൂ. അത് ഈ സമൂഹം അറിയുകയും ചെയ്യണം. കാരണം അവരൊക്കെ അവരുടെ സ്വന്തം താല്പര്യത്തിനും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനും അവരുടെ ഹാപ്പിനെസ്സിനും അവരുടെ സന്തോഷങ്ങൾക്കും ആളുകളുടെ അടുത്ത് നിന്ന് കടവും വാങ്ങിച്ച് അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഈ പറഞ്ഞ കുട്ടിയെ കരുവാക്കിക്കൊണ്ട് ഈ കൊച്ചിനെ അവിടെ ഇട്ട് ഈ കുട്ടീനെ നോക്കാതെ കുട്ടീനെ ഡ്രോമറ്റൈസ്ഡ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ജനിപ്പിച്ചവർക്കാണ്, അല്ലാതെ പോറ്റമ്മയ്ക്കല്ല. അത് കൃത്യമായിട്ട് പറയും. അത് എന്നെ കൊണ്ട് പറയാൻ പറ്റും. കാരണം എനിക്കറിയാം ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ എവിടെ നിന്ന് ഉണ്ടാവുന്നു, എവിടെയാണ് അവസാനിക്കുന്നത് എന്നുള്ളത്. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരു പ്രായപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ആയാണെങ്കിൽ കൂടിയും അവരവരുടെ സ്വന്തം താല്പര്യത്തിൽ ജീവിക്കും. അതൊക്കെ അവരുടെ ഉത്തരവാദിത്തങ്ങളാണ്. അത് അവരുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. മാത്രമല്ല ഈ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് തിരിച്ചു മക്കൾക്കും ഉണ്ട്, അമ്മമാരുടെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ. ശരിക്കും കിച്ചു രേണു സുധിയെ നോക്കണം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആണ്. എന്തുകൊണ്ട് നിങ്ങൾ അത് സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് ആ കുട്ടിക്ക് എന്താണ്, ആ കുട്ടിയുടെ ശാരീരികാവസ്ഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മാനസികാവസ്ഥയ്ക്ക് പ്രശ്നമുണ്ടോ നമുക്ക് മനസ്സിലാവും. അതിനുള്ള സപ്പോർട്ടിങ് നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കാം. ആ കുട്ടിക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കാം. എന്തിനാണ് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്? അത് ഭയങ്കര കഷ്ടമല്ലേ? അത് ശരിയല്ലല്ലോ. നമുക്ക് ഇവിടെ ബാക്കി ഒന്ന് കേൾക്കാം. കിച്ചു ഒരു ബാധ്യതയാണെന്നാണ് കൂട്ടുകാരി പറയുന്നത്. രേണുവിന് അറിവുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും രേണുവിന് സപ്പോർട്ടുമായിട്ട് ദിയ ഷുന വന്നിരിക്കുകയാണ്. അപ്പൊ ദിയ ഷുനയുടെ വീഡിയോ ആണ് നമ്മളിത് എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത്. ദിയ ഷുനയുടെ വീഡിയോ ആണ് അമ്മച്ചി റിയാക്ട് ചെയ്യണത്. അതിന് മുമ്പേ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞേട്ടാ. റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നത് നോക്കിക്കോളണേ. അപ്പൊ ഈ വിഷയത്തില് ഈ ബാധ്യത എന്ന വേർഡിൽ തന്നെയുണ്ട് ദിയ സുന പറയുന്ന ഒരു കാര്യം. ശരിയാണ്, അവർക്കതൊരു ബാധ്യതയാണ്. ആസ് ദിയ സനയുടെ മകൻ എവിടെയെന്ന് ചോദിച്ചാൽ അതൊരു ബാധ്യതയാണ്. അതുകൊണ്ട് അവള് കെട്ടിയവന്റെ കൈ കൊടുത്തിരിക്കുകയാണ്. അവൾക്ക് നോക്കാൻ വയ്യ, അവർക്ക് ഇങ്ങനെ ആടിപ്പാടി അമരാവലിച്ച് നടക്കണം. അതുകൊണ്ട് കൊച്ചിനെ കൊണ്ടുപോയി ഇതേ കൊടുത്തിരിക്കുന്നു. അത് തന്നെ അവിടെ നിൽക്കട്ടെ. എന്റെ കൊച്ചി ഈ വീഡിയോ കണ്ടിട്ട് നിന്നെ കാണാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. എന്റെ കൊച്ചിന്റെ മുമ്പേ ഒന്ന് ചെന്ന് ചാടി കൊടുക്കല്ലേടി. നീ വളർത്തണ മാതിരി കാട്ടവരാതങ്ങളല്ല വളർത്തണേടി. ഞാൻ നല്ല അന്തസ്സായിട്ട് അഭിമാനത്തോടു കൂടി നന്നായിട്ട് ഭക്ഷണം കൊടുത്ത് നന്നായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച് നല്ല അന്തസ്സായിട്ട് കണ്ട പെണ്ണുങ്ങളെ പറ്റിയിട്ട് കാട്ടവരാതം പറഞ്ഞിട്ടല്ലടി ഞാൻ തിന്നിട്ട് എൻ്റെ കൊച്ചിനെ ഊട്ടുന്നത്. എൻ്റെ കൊച്ചിന് നല്ല അന്തസ്സായിട്ട് അവനിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് അവൻ എന്നോട് പറയാ ഏത് മോളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാണമില്ലേടി ഇത്രയും മുതുക്കെണ്ടയായിട്ടുള്ള നിനക്ക് എൻ്റെ കൊച്ചിൻ്റെ വായിരിക്കണവരെ കേൾക്കേണ്ട അവസ്ഥ? എൻ്റെ കൊച്ച് കെട്ടിയവരെ എൻ്റെ കൊച്ചിനെ അറിയാമോന്ന് പോലും അറിഞ്ഞുകൂടാ. കെട്ടിയവൻ ഉണ്ടാക്കിയത് പോലും അറിയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്താണ് കെട്ടിയവന്റെ രണ്ടാം ഭാര്യയുടെ അടുത്തും കെട്ടിയവന്റെയും കൂടെ നീ അടി ഊമ്പണത് കണ്ടാറുളി. മര്യാദയ്ക്ക് സംസാരിച്ചോ. മര്യാദയ്ക്ക് നീ ഉണ്ടാക്കിയിട്ടിരിക്കണല്ലേ, നീ തൂറിട്ടിരിക്കണം. നീ നിന്റെ മാപ്പിളേനെ കൊന്നവളല്ലേ? നീ നിന്റെ മാപ്പിളയെ കൊന്നവളല്ലേടി? കാരണം എനിക്ക് ഈ എക്സ്പ്ലനേഷൻ വീഡിയോ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. നീ മാപ്പിളേനെ കൊന്നവളല്ലേ? നീ നിന്റെ സ്വന്തം മാപ്പിളയെ കൊന്നവള്. ശരിക്കും നീ സ്വന്തം മാപ്പിളയെ കൊന്നവളാണ് നീ. അപ്പോ അങ്ങനെയുള്ള നിനക്ക് എന്ത് യോഗ്യതയാണ്? നിന്റെ മക്കളെ തന്ത യഥാർത്ഥത്തിൽ ആരാണെന്ന് നിനക്കറിയാവോ? നീ നിന്റെ മൂത്ത മകനെ വെച്ച് എന്താ ചെയ്തോണ്ടിരിക്കണേ? നിന്റെ ഇളയ മകൻ നിന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കും. കൺഫേമാ, നീ നോക്കിക്കോ. കാരണം നിന്റെ ഈ കാട്ടവരാത്തിന് നീ എന്താ പറയണത്? നിന്റെ ബാക്കിയൊക്കെ നമുക്ക് കേൾക്കാൻ കേട്ടാ. നിന്റെ കുടുംബം ഉണ്ട്, നിന്റെ ആരുണ്ട്, നിന്റെ അമ്മൂമ്മേടെ നായരുണ്ട്, നിന്റെ തള്ള നീ നക്കാപ്പിച്ചോണ്ട് കൊടുക്കണോണ്ട് കാണുമായിരിക്കും അവിടെ. ആരടി നിന്റെ കുടുംബം? എവിടെയാണ് നിന്റെ കുടുംബം? നീ എവിടെ താമസിക്കുന്നത്? നിനക്കൊരു അഡ്രസ് ഉണ്ടാ? ഞാൻ നിന്റെ അടുത്ത് ചലഞ്ച് ചെയ്യണടി. നിന്റെ അഡ്രസ് എവിടെ? നീ എവിടെ ഒന്ന് പറ. നീ ഒന്ന് ലൈവിൽ വന്നിട്ട് നിന്റെ അഡ്രസ് ഒന്ന് പറയടി, ഒന്ന് പറ. കാരണം ഞാൻ നിന്നെ തപ്പിക്കൊണ്ടിരിക്കുക. നിന്നെ തപ്പണത് ആരാണെന്നറിയോ? പോലീസുകാരാ നിന്നെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. നിനക്കെതിരെ കൊടുത്ത കേസുകളിലുള്ള പോലീസുകാരാ നിന്നെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. നീ ഒന്ന് പറയടി, നീ പറ. എന്റെ കോണ്ടാക്ട് നമ്പറാ കയ്യിലുള്ള എന്റെ അടുത്ത്. ഒരിക്കൽ ഞാൻ നിന്നെ വിളിച്ച് ഓട്ടിച്ചതാണ് അടുത്ത്. നിക്കട്ടെ, നമുക്ക് അതിനൊരു വിഷമവും ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ എന്തുകൊണ്ട് ദിയാസന നോക്കണം എന്നുള്ളത്, സോറി രേണു നോക്കണം എന്നുള്ളത്. രേണു നോക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. ആ ഇരിക്കുന്ന 7.5 സെന്റ് വസ്തുവും ആ വീടും വെച്ചിരിക്കുന്നത് ഈ പറയുന്ന കിച്ചുവിന്റെ പേർക്കാണ്. കിച്ചുവാണ് അതിന്റെ അധികാരി.
ഒരു കാരണവശാലും രേഷ്മ പി തങ്കച്ചനല്ല. രേഷ്മ പി തങ്കച്ചന് അതിനകത്ത് അവകാശം പോലും എഴുതി കൊടുത്തിട്ടില്ല. അതായത് സുധിയുടെ 2 മക്കളിൽ മൂത്ത മകന് പൂർണ്ണാവകാശവും മറ്റേ കുട്ടിക്ക് 18 വയസ്സ് വരെ അവരെ നോക്കേണ്ട അധികാരവും ആ കുട്ടിയിൽ നിക്ഷിപ്തമായതിനാൽ ആ കുട്ടികളുടെ പേർക്ക് ക്രയവിക്രയം ചെയ്യാൻ, അതായത് 18 വയസ്സ് നിന്റെ തേങ്ങയുടെ അരി 2 മക്കളെയും പേരിലുള്ള വീട്. ആരിവിടെ പറഞ്ഞ് കിച്ചുവിന്റെ അടുത്ത് ആ വീട്ടിൽ നിൽക്കരുത്, ഇറങ്ങിപ്പോവാൻ? കിച്ചുവിനാരെങ്കിലും അടിച്ചിറക്കി വിട്ടാ? പിന്നെ രേണുവിന്റെ അച്ഛനമ്മേനെ നോക്കേണ്ട ഉത്തരവാദിത്തം രേണുവിനുണ്ട്. ഈ ഋതപ്പൻ രേണുവിന്റെ കുഞ്ഞാണ്. ഋതപ്പന്റെ പേരിലുള്ള വീടാണത്. അവിടെ അവന്റെ അമ്മയ്ക്ക് കിടക്കാനുള്ള അവകാശമോ അവന്റെ അമ്മൂമ്മയ്ക്ക് കിടക്കാനോ അല്ല അവന്റെ അച്ഛമ്മയ്ക്ക് വരാനുള്ള അവകാശമൊന്നുമില്ല. ഈ പറഞ്ഞ കിച്ചുവിന്റെ അച്ഛമ്മയ്ക്കും ചേട്ടനും എല്ലാവർക്കും വരാനുള്ള അധികാരമുണ്ട്. കാരണം 2 മക്കളുടെയും ബന്ധങ്ങളിലുള്ള ആൾക്കാരാണ് ഈ ഇതെന്ന് പറഞ്ഞത്. അവർക്കൊക്കെ അതിനകത്ത് വരാം. നീ ആരാണ് ഇത് പറയാൻ വേണ്ടിയിട്ട്? പിന്നെ കിച്ചുവിന്റെ അട്ടിപ്പേർ അവകാശം നിന്റെ തലയിലാണ് ഇരിക്കുന്നത്. നീയാണ് അടി തൂറിയിട്ട് ഉണ്ടാക്കിയത്. നീയാണോ ഉണ്ടാക്കിയത്? നീ അടി ചെലവിന് കൊടുക്കണത് അവന്. നിനക്ക് നാണമില്ലേ? ആ ചെറുക്കന്റെ പേരും പറഞ്ഞിട്ട് വന്നിരുന്നിട്ട് അവന്റെ അക്കൗണ്ട് നമ്പർ അതിന്റെ അടിയിലിട്ടിട്ട് എത്ര ആളുകളാണ് പണം അയക്കണെന്നറിയാവോ? ആ പൈസക്കകത്ത് ഈ പറഞ്ഞ കിച്ചുവിന്റെ കയ്യിലല്ലാതെ ഒന്നും കിട്ടുന്നത് ഇതാ ഇവളുടെ കയ്യില്. ഇവളെ വിളിച്ചിട്ട് പേഴ്സണലി കിച്ചുവിന്റെ പേരിൽ ഇവള് പണം പിരിച്ചോണ്ടിരിക്കുക. ഇഷ്ടം പോലെ പണം പിരിച്ചുകൊണ്ടിരിക്കുക. പുറത്തുള്ള ഫോണസ് അവരൊക്കെ ഈ പാവം അച്ഛൻ മരിച്ചൊരു കൊച്ചല്ലേ എന്നും പറഞ്ഞിട്ട് കൊടുക്കണ പൈസ മൊത്തം ഈ കണ്ടവരാതി ഇരുന്ന് തിന്നോണ്ടിരിക്കുക. അതെല്ലാരും മനസ്സിലാക്കണം. അടുത്ത് ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥയിൽ കുഞ്ഞുങ്ങളുടെ പേർക്ക് തീരാധാരം കൊടുത്തിരിക്കുകയാണ് ഫാദർ ബിഷപ്പ്. അപ്പൊ ആ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന അതേ പോയിന്റ് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ പറയുന്ന വസ്തുവകകളുടെ അധികാരി എന്ന നിലയിൽ കിച്ചു താമസിക്കേണ്ട വീട്ടിൽ രേഷ്മ പി തങ്കച്ചന്റെ അച്ഛൻ, രേഷ്മ പി തങ്കച്ചന്റെ അച്ഛന്റെ ഭാര്യ, അച്ഛന്റെ മൂത്ത മോള്, ജോലി ചെയ്യാത്ത ഭർത്താവ്, 2 കുട്ടികൾ അവകാശത്തിൽ കെട്ടിക്കിടക്കുന്ന അട്ടിപ്പേർ അവകാശത്തിൽ കെട്ടിപ്പേർന്നില്ല മോളെ. അട്ടിപ്പേർ അവകാശത്തിൽ അല്ലടി കെട്ടിപ്പറക്കിയത് അവർ അട്ടിപ്പേർ അവകാശത്തിലല്ല കെട്ടിപ്പറക്കിയത് ഷഫീന ബീവി. അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് കിടക്കുന്നു. കൊടുക്കാതെ അതിനകത്ത് താമസിക്കുകയാണ് എങ്കിൽ അതിന്റെ അധികാരിയായ കിച്ചുവിനെ വാടക ഇനത്തിൽ ഒരു തുക കൊടുക്കേണ്ട അധികാരമുണ്ട്. അതായത് അവകാശമുള്ള ഒരു കിച്ചുവിനിപ്പോ വാടക കൊടുക്കാനുള്ള അധികാരമുണ്ട്. കിച്ചുവിന്റെ വീട്ടിൽ കിച്ചുവിന് വന്ന് കിടക്കാമല്ലോ. കിച്ചു അവിടെ കിടക്കാത്ത സ്ഥിതിക്ക് അവിടെ കിച്ചുവിന്റെ അനിയൻ കിടക്കുന്നുണ്ട്. കിച്ചു ഒരു കാര്യം ചെയ്യട്ടെ, കൊച്ചിനെ നോക്കിയിട്ട് കിച്ചു ജീവിക്കട്ടെ. അങ്ങനെയുള്ള ഒരു സംഭവം കിച്ചുവിനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര രസമല്ലേ, സൂപ്പർ അല്ലേ? ഇപ്പൊ നമുക്കിവിടെ രേണുവിന്റെ ഫാമിലിയെ ഒക്കെ അങ്ങ് മാറ്റിയിട്ട് കിച്ചുവിന്റെ അനിയനെ നോക്കി ജീവിക്കട്ടെ. അതാണ്ട് എവളാണല്ലോ അവരെ കുടുംബം എന്തൊരു ചെയ്യണമെന്ന് നിശ്ചയിക്കേണ്ടത്. ഇവളെ എന്ത് ചെയ്യണം? ഇവളെ ആരാണ് അവളുടെ കുടുംബത്തിനകത്ത് അവരെ കുടുംബത്തിനകത്ത് അധികാരം പറയാൻ, അവകാശം പറയാൻ? അവള് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ ഈ നാണമില്ലാത്തവള്. ആ കുട്ടിക്കുണ്ട്, അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോ വല്ലവന്റെ വീട്ടിൽ കയറി കെട്ടിക്കിടക്കാൻ നാണമില്ലേ? നിങ്ങളൊരു വീട് വാടകയ്ക്ക് എടുത്ത പൈസ വല്ലവന്റെ വീട് നിന്റെ വീട്ടിനകത്താടി അവര് കയറി വന്ന് കിടക്കണത്. വല്ലവന്റെ വീട്ടിനകത്ത് ഇറങ്ങിപ്പോ നാണമില്ലേ എന്ന് പറയാൻ നിന്റെ വീട്ടിനകത്താടി വന്ന് കിടക്കണം നാണമില്ലാത്തവളെ. നീയാണാടി അത് പറയാനുള്ളത്? കാട്ടവരാതി ായോ ആ കാശ് കൊടുക്കാനേ ഞാൻ പറയുന്നുള്ളൂ. അതാണ് അവകാശം. അത് ബാധ്യതയാണോ അല്ലയോ എന്ന് എനിക്കിപ്പോ മനസ്സിലായില്ലേ? അതൊരു വലിയ ബാധ്യതയാണ്. എന്നെയാണ് മനസ്സിലാക്കി തരണേ. എന്നെയാണ് മനസ്സിലാക്കി തരണേ. നീ എന്നെ മനസ്സിലാക്കരുത് കേട്ടല്ല. നീ അവിടെ കിടക്കണത്, നീ ഏത് കൂട്ടാമൂലയിൽ കയറി ഒളിച്ചിരിക്കണത് നീ പറയടി. ആദ്യം കിടക്കുന്നത് ബാധ്യതയാണ്. ഇനിയിപ്പോ പറയാം റിത്തപ്പനെ നോക്കട്ടെ. ഒരു റിത്തപ്പനെ നോക്കണം. റിത്തപ്പനെ നോക്കാനാണ് റിത്തപ്പൻ തൂറിയ ആളവിടെ ഉള്ളത്. ആര്? റിത്തപ്പന്റെ തള്ളയാരാ? രേഷ്മ പി തങ്കച്ചൻ. അവള് തന്നെ അന്തസ്സായിട്ട് നോക്കണത്. ആ തൂറിയിട്ട തള്ള തന്നെ അടി അന്തസ്സായിട്ട് നോക്കണത്. അല്ലാതെ നിന്നെ പോലെ നാട്ടുകാരടുത്തുനിന്ന് പറ്റിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തി വാങ്ങിച്ച പൈസക്ക് നിന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന പരിപാടി അല്ലടി അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത്, രേണു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചട്ടുകാലം വെച്ചോണ്ട് ആളുകളെ പറ്റിച്ച് പൈസയും വാങ്ങിച്ചിട്ട് അവസാനം അവരത് ചോദിക്കുമ്പോഴത്തേക്ക് അവരടുത്ത് കാട്ടവരാതെ വിളിക്കുന്ന ആ പരിപാടിയിൽ അല്ലടി ആരും ജീവിക്കുന്നത്. കേട്ടോടി മോളെ. രേഷ്മ പി തങ്കച്ചന്റെ ആ തള്ളയുടെ 2 മക്കള്, ആ 2 മക്കളുടെ എടി കണ്ട വീടുകളിൽ അന്ന് ഫിജോരെയൊക്കെ വീട്ടിൽ കയറി അട്ടിപ്പേർ അവകാശത്തിൽ കിടന്ന ചരിത്രം നിനക്കുണ്ടല്ലടി നാണമില്ലാത്തവളെ. നീ എന്തിനടി കണ്ട പെണ്ണുങ്ങളെ വീട്ടിനകത്ത് കയറി കിടന്നത്? എടി നിനക്ക് കിടക്കാടമില്ലാതെ നിനക്ക് ജീവിതമില്ല, അതിന്റെ കുടുംബം എല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയ സമയത്ത് നീയാണെങ്കിൽ ഓടി കണ്ട പെണ്ണുങ്ങളടുത്ത് പോയി കിടന്ന് അവളമാരുടെ മാപ്പിളമാരെ പിടിച്ച് അവസാനം അതെല്ലാം
ഇതായി അവസാനം ചട്ടുകാലാണ്. അയ്യോ എനിക്ക് ചെയ്യാനൊന്നും പറ്റൂല, എനിക്ക് ചെയ്യാനൊന്നും അറിഞ്ഞൂടെ, എനിക്ക് ചെയ്ത് തരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് ആ വീട്ടിൽ കിടക്കണ ആണുങ്ങളെ പിടിച്ച് മറ്റേ പരിപാടി ചെയ്യിച്ച മറ്റേ മോളല്ലേടി നീ. കുറെ ഉണ്ടല്ലോ, കുറെ ചവറുപറക്കികൾ അവിടെ കിടക്കുന്നുണ്ടല്ലോ. അത് പ്രശ്നല്ലേ? അത് അവന്റെ വീടല്ലേ? കിച്ചുവിന് അവകാശമുള്ള കിച്ചുവിന്റെ വീട്ടിനകത്ത് കെട്ടിക്കേറി കിടക്കുന്നത് ശരിയാണോ തെറ്റാണോ? ദയാ ശരിയാണോ തെറ്റാണോ? കിച്ചുവിന്റെയും റിതപ്പന്റെയും പേരിൽ കിടക്കുന്ന വീടടി, അതില് ഒരു തെറ്റും ഇല്ലടി. അവരെ കുടുംബക്കാര് കയറി കിടക്കണ നിനക്കെന്ത് കുരുവടി? കിച്ചുവിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ട ആളുകൾ മരണപ്പെട്ടു പോയി. ഒന്ന് ശ്രദ്ധിച്ചായിട്ട് പിന്നുള്ളത് എന്ന് പറയുന്നത് ഷാലിനി. അവർ രണ്ടുപേരും മരിച്ചുപോയി. കിച്ചുവിന്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി. പക്ഷെ കിച്ചുവിന്റെ അച്ഛൻ, അതായത് അച്ഛൻ സ്ഥാനത്ത് ഇപ്പോഴൊരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കിച്ചുവിന്റെ അച്ഛന്റെ ജ്യേഷ്ഠൻ, അച്ഛൻ മരണപ്പെട്ട അച്ഛന്റെ ജ്യേഷ്ഠൻ ഉണ്ടെങ്കിൽ അച്ഛന്റെ സ്ഥാനത്തേക്ക് വരും. അച്ഛന്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചൊരു സ്ത്രീ എവിടെയുണ്ട്? അമ്മയാണത്. അച്ഛന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അഥവാ എടി നീ ഈ ബന്ധങ്ങള് കൂട്ടി യോജിപ്പിക്കലൊക്കെ നീ ആരടി പറയാൻ? ഇവിടെ ഓരോ മക്കളെ നോക്കാൻ തള്ളയോ തന്തനോ തൗപ്പനോ ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കണ എത്രയോ കുട്ടികള്, എത്രയോ മനുഷ്യർ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോ നീ ബന്ധങ്ങൾ, അവരുടെ വാല്യൂ, തേങ്ങയുടെ അരി അണ്ടി ആയിട്ട് നീ പറഞ്ഞ നിനക്ക് നാണം ഉണ്ടോടി നിനക്ക്? എടി ഞങ്ങളെ മക്കളെ വളർത്തിയിട്ടുണ്ട്. ഞങ്ങളെ ചുറ്റിലും നടക്കുന്ന ഇഷ്ടം പോലെ കുട്ടികൾ നിനക്ക് കാണിച്ചു തരാം. ആരുമില്ലാത്ത ഓരോരുത്തരുമില്ലാത്ത ഓരോ മനുഷ്യർ, അവരെ വെച്ച് നോക്കുമ്പോ ഉണ്ടല്ലോ ഈ മക്കളൊക്കെ ഭാഗ്യം ചെയ്ത നല്ല സൂപ്പർ പിള്ളേരാ. മനസ്സിലായ? ഇവർക്കൊക്കെ ഇങ്ങനെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ എന്ന് അങ്ങ് വിചാരിക്കാം. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറയാം. പിന്നെ ചേട്ടൻ അധികാരം, ചേട്ടന്റെ അമ്മുമേരെ നായർ അധികാരം, പിന്നെ കുഞ്ഞമ്മേരെ മാപ്പിള അധികാരം. കിച്ചുവിന്റെ അമ്മ ഉണ്ട്. ആ അമ്മയുടെയും അച്ഛന്റെയും അടുത്ത് തന്നെയാണ് അവൻ താമസിക്കുന്നത്. അവന് 2 പെങ്ങന്മാരുമുണ്ട്. അവന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ 2 പെൺകുട്ടികൾ അവിടെയുണ്ട്. അതൊന്നും പോരാതെ കിച്ചുവിന്റെ അച്ഛന് ജന്മം നൽകിയ ആ ഗർഭപാത്രം ചുമക്കുന്ന പേറുന്ന ഒരു അമ്മയും അവിടെ ഉണ്ട്. കിച്ചുവിന്റെ അമ്മയ്ക്ക് ഗർഭപാത്രം കൊടുത്ത ആ ഒരു അമ്മ അവിടെ ഉണ്ട്. വലിയ സംഭവമാണ് അമ്മച്ചി, വലിയ സംഭവം. ഇതൊക്കെ രേണുവിന്റെ ബാധ്യതയാ. എന്റെ പൊന്ന് രേണു, നീ ഇതെങ്ങനെ സഹിക്കണം? ഈ പറഞ്ഞോണ്ട് പറഞ്ഞത് മൊത്തം രേണുവിനെ കുറ്റം പറഞ്ഞോണ്ടാ. ഇതെല്ലാം രേണുവിന്റെ ബാധ്യത. ഇത് ഇവരെയൊക്കെ നോക്കാതെ രേണു കാണിക്കണ ഈ കാട്ടായതരങ്ങളൊക്കെ വലിയ പ്രശ്നമാണ്. രേണു ഇപ്പൊ ഈ ലോകം മൊത്തം നോക്കണം. നോക്കിയില്ലെങ്കിൽ രേണു നിനക്കാണിത് വെച്ചിരിക്കുന്നത്. മനസ്സിലായ? ഇല്ലാത്ത ഒരു ഫെസിലിറ്റിയാണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ ഉണ്ട്. അവരുടെ അണ്ടറിൽ അവരൊരു ബാധ്യതയല്ലാതെ തന്നെ അവരുടെ ഉത്തരവാദിത്തം എന്ന നിലയിൽ ആ കുട്ടി താമസിക്കുന്നത് അച്ഛന്റെ വീട്ടുകാർക്കൊപ്പമാണ്. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് അച്ഛന്റെ വീട്ടുകാർക്കൊപ്പം ഒരു കുഞ്ഞിന് നിൽക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അത്രയും ഭാഗ്യം ചെന്ന് നിക്കണം ആ കൊച്ചു എന്തിന് ഇത്രയും കിടന്ന് വിഷമിക്കണടി? നിനക്ക് എന്തരടി ഇത്? നീ ഒരു സൈഡിൽ ഒന്നും പറയും, മറ്റേ സൈഡിൽ വേറെയും പറയും. ആ കൊച്ചി ഈ ഭാഗ്യം ചെയ്ത് ഈ അച്ഛന്റെ അമ്മ ഈ അച്ഛമ്മയുടെ ഒക്കെ കൂടെ നിൽക്കണമെങ്കിൽ പിന്നെ ആ ഭാഗ്യം ചെയ്ത ഇത്രയും വലിയ ഭാഗ്യമുള്ള ആ കൊച്ചിന് എന്തിന്റെ പ്രശ്ന? ആ കൊച്ചിന്റെ പ്രശ്നമല്ലേ നീ പറഞ്ഞുകൊണ്ട് വരണേ? അങ്ങനെയുള്ള ഒരു കൊച്ചിന് എന്തിന്റെ പ്രശ്നം? നിനക്കെന്ത് കേട്? നിനക്കാണ് കടി? എല്ലാരും അമ്മയുടെ വീട്ടിലോട്ടാണ് ഓടിപ്പോകുന്നത്. പക്ഷെ അവന്റെ അച്ഛന്റെ വീട്ടുകാർ അവന് 3 വയസ്സ് പ്രായമുള്ളപ്പോ തൊട്ട് നോക്കുകയാണ്. 3 വയസ്സ് പ്രായമായ മുതൽ നോക്കണം. 11 വയസ്സ് പ്രായമായ മുതൽ ഈ പറഞ്ഞ സുധി എന്ന് പറഞ്ഞ ആള് കൊണ്ടുവന്ന് രേണുവിന്റെ അടുത്ത് ഏൽപ്പിച്ച് രേണു നോക്കിയ ഒരു ചരിത്രമുണ്ട്. അത് രേണു പറയട്ടെ. ഞാനിപ്പോ തൽക്കാലം പറയുന്നില്ല. കാരണം രേണുവിന്റെ മകനെ സംബന്ധിക്കുന്ന വിഷയമാണ്. അത് രേണു സംസാരിക്കേണ്ടത്. അത് സംസാരിച്ച് വരുമ്പോ നീ തൂറി ഓടും. ആരുമില്ലാത്ത അനാഥ കുഞ്ഞല്ല കിച്ചു. ഇപ്പൊ അവൻ ഒട്ടുമല്ല. അവനെ എത്രയോ അമ്മമാരെ ചീത്തയാക്കാൻ ഇറങ്ങി നടക്കുന്ന സ്ത്രീയല്ലെന്ന് ഞാൻ പറയും. അവനെ എന്തൊരു ചീത്തയാക്കാൻ രേഷ്മ നടന്നു? ആ രേഷ്മയ്ക്ക് രേഷ്മ എന്തിനാണ് കിച്ചുവിനെ ചെയ്തത്? ഒരുപാട് ആൾക്കാർ നോക്കാനുണ്ടല്ലേ കിച്ചുവിനെ? ഒരുപാട് അമ്മമാരുണ്ടല്ലേ കിച്ചുവിനെ? വേറെ ആൾക്കാർക്ക് ആർക്കും മക്കളില്ലല്ലേ? അതെന്ത് പരിപാടിയാ? വേറെ ആൾക്കാർക്ക് ആർക്കും മക്കളില്ല. കിച്ചുവിന്റെ അമ്മയ്ക്ക് കിച്ചുവിന്റെ ബാധ്യതകൾ മൊത്തം, അതായത് രേണു സുധി കിച്ചുവിനെ എല്ലാ രീതിയിലും അങ്ങ് എക്സ്ട്രീം ലെവലിൽ കൊണ്ടുപോയിക്കോളണം. ഇതിന്റെ അകത്ത് തന്നെ കിച്ചുവിനെ നോക്കാൻ ഒരുപാട് ആൾക്കാർ, കിച്ചുവിനെ നോക്കാനുള്ള ആൾക്കാരെടോ ഇവിടെ ഈ ലോകത്ത് ഇഷ്ടം പോലെ പാവപ്പെട്ട പിള്ളേർ കിടക്കുന്നു. ഒരുപാട് അനാഥലങ്ങൾ ആരും ഇല്ലാതെ അച്ഛനും അമ്മ ഇല്ലാത്തവരൊക്കെ ഉണ്ട്. ഇവര് നമുക്കിപ്പോൾ ഒരാളിന് മാത്രം നമ്മൾ സെന്റിമെന്റൽ സാധനം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എത്രയോ മക്കൾ കിടക്കുന്നു, നമുക്ക് എല്ലാവർക്കും കൊടുക്കാം.
കിച്ചുവിന് കൊടുക്കുന്ന പോലെ തന്നെ അത്രയും സന്മനസ്സരായിട്ടുള്ള സൽസായിട്ടുള്ള മനുഷ്യരിഷ്ടം പോലെ ഇല്ലേ ഒരുപാട് മക്കൾ ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് തരാം. ഒരുപാട് ട്രസ്റ്റുകളുടെ, ഒരുപാട് ടീമുകളുടെ ഒരു ഇത് തരാം ഞാൻ നിങ്ങൾക്ക്. നിങ്ങൾ അതൊന്ന് ഇതാക്കി നോക്കും. ഞാൻ കണ്ടിന്യൂറ്റി പോവും. ഓക്കെ, മനുഷ്യ സ്ത്രീയല്ല. അതുകൊണ്ടാണ് അവൻ അയച്ചു കൊടുത്ത പൈസയുടെ കണക്കും കൊണ്ടുവന്നിട്ട് അവനെ അവഹേളിക്കുന്ന. എടി 10,000 രൂപ വേണം ഈ പറയുന്ന സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ. കീ മണി തന്നെ കൊടുക്കണം 3 മാസത്തെ പൈസ. 30,000 രൂപ അങ്ങനെ കൊടുക്കണം. പിന്നെ 40,000 രൂപ ഡെപ്പോസിറ്റ് വെക്കണം. ഓരോ മാസവും 10,000 രൂപ ആ കുട്ടിയുടെ പേർക്ക് നീ ബാങ്കിലിടണം. അതുകൊണ്ടായിരിക്കും അല്ലേ നീ കിച്ചുവിന്റെ പേരില് കിച്ചുവിന്റെ അക്കൗണ്ട് അടിയിൽ കൊടുത്തിട്ട് നീ ആയിട്ട് ആളുകളെ ഇത് കാശ് വാങ്ങിച്ച് തിന്നോണ്ടിരിക്കണം. നിനക്ക് 10,000 രൂപ വേണമായിരിക്കും ജീവിക്കാൻ, നിനക്ക് അത് ചെയ്യാൻ വേണമായിരിക്കും കാശ്. ഇപ്പൊ കിച്ചുവിന്റെ പേരില് പൈസയും പിടിച്ചോണ്ടിരിക്കുകയല്ലേ. അതാണല്ലേ നിന്റെ കണക്ക്. വീട്ടിൽ ഇറങ്ങിപ്പോ. നീ ഈ സപ്പോർട്ട് മൂഞ്ചിന്നില്ല എവളെ വീട്ടിൽ പോയി നിൽക്കും. എടി കണ്ടങ്കാളി, അവളെ ഞാൻ സപ്പോർട്ട് മൂഞ്ചിനാണ്. ഞാൻ അവളെ വീട്ടിൽ പോയി കിടന്നത്. ഞാൻ അന്തസ്സായിട്ട് തിന്നു പിടിച്ച് ജീവിക്കുന്നുണ്ടടി. പിന്നെ അവളെ വീട്ടിൽ പോയി കിടന്നാലും അവൾ എന്നെ കയറ്റി കിടത്തോടി. നീ എന്തിനേയും വലിച്ചു കീറിക്കളയോ? ഞാൻ അവളെ വീട്ടിൽ പോണ്. അവളെ വീട്ടിൽ പോയി 2 ദിവസം നിൽക്കാൻ പോണ്. അവൾ എനിക്ക് ചെല്ലും തരും, ചെലവിനും തരും, അവൾ എനിക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ തരും. കാരണം അത്രയും നല്ല മനസ്സുള്ള ഒരു പെണ്ണാണ്. അതുകൊണ്ടിട്ട് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും രേണു ഒരു നേരത്തെ ആഹാരം താടിയെന്നും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവർ കൊടുക്കും. അത് അങ്ങനത്തെ പെണ്ണ. നീ പോയി നീട്ടി വലിച്ചൊരു വെച്ചോട്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ സുധിച്ചേട്ടന്റെ ഭാര്യയായിട്ട് വന്ന ആളാണ് രേണു. അവള് ആ കുട്ടീനെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ രേണു തന്നെ പറയുന്നു തോന്നുന്നു. കാരണം ഒരുപാട് രേണുവിന് പറയാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രേണുവിന് ഒരുപാട് പറയാനുണ്ട്. രേണു ഇതൊന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുക ഞാൻ മനസ്സിലാക്കിയപ്പോഴും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ കുത്തിത്തിരിച്ച് വിടാൻ വേണ്ടിയിട്ട് 1-2-3 കൃമികളുണ്ട്, ഭാഷാകൃതികളൊക്കെ. ഇതിന്റെയൊക്കെ ഉദ്ദേശം ഇതിന്റെയൊക്കെ അക്കൗണ്ടുകൾ റീച്ച് ആക്കുക, ഓരോരുത്തരുടെ കുടുംബജീവിതം ശരിയാണ്. ഇങ്ങനെ ജീവിതം എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. ഇതിനിടയ്ക്ക് കുറച്ച് കുത്തിത്തിരിപ്പ്. അതിനകത്ത് വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പോയിന്റാണ്. അതായത് രേണുവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പോയിന്റ്. ആ രേണുവിന് പറയാനുള്ള ഇത് ഒരുപാടുണ്ട് എന്ന് പറഞ്ഞത് ആ അമ്മച്ചിക്ക് അങ്ങ് ഷിവറിങ് ആയി തുടങ്ങി. പിന്നെ നേരെ എന്റെ നേർക്കാണ് ഇനി വരാൻ പോകുന്ന അറ്റാക്ക് മൊത്തം. അമ്മച്ചി നേരെ ഇങ്ങ് വന്നിരിക്കുക. അപ്പൊ അതായത് ഇത് കുത്തിത്തിരിപ്പുകാരികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവളുമാരെയൊക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിന് ഈ പറഞ്ഞ പോലെ അമ്മച്ചി ഏറ്റുപിടിച്ച്. അമ്മച്ചിയാണ് പറഞ്ഞത്, ഷെഫീന അമ്മച്ചിയാണ് പറഞ്ഞതെന്ന് ഷെഫീന അമ്മച്ചി അങ്ങ് ഏറ്റുപിടിച്ച് തുടങ്ങി. തുടങ്ങാൻ പോകരുത്. എന്നെ പറ്റിയിട്ടുള്ള കാട്ടവരാതങ്ങളാണ് തുടങ്ങുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിൽ സജീവമായിട്ട് നിന്ന സമയത്ത് എനിക്കെതിരെ ഉണ്ടായ അലിഗേഷൻസും പ്രശ്നങ്ങളും എന്റെ കോൺട്രവേഴ്സികളും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള കുറച്ച് കഥ ചേച്ചി അങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണേ. കൃമികളുണ്ട്, അവരുടെ കുടുംബജീവിതം ശരിയല്ല. നോക്കുന്നത് നിന്റെ കെട്ടിയവൻ ഇപ്പൊ കെട്ടിയ പെണ്ണുമാണ് നോക്കുന്നത്. അങ്ങനെയുള്ള നീ മാതൃത്വം ഈ ഇരിക്കുന്നത് ഇതെല്ലാം പോട്ടെ. എവളുടെ മകൾ എവിടെയാണ്? മകൻ എവിടെയാണ്? ഇവനൊരു മകനുണ്ട്, എവിടെയാണ്? ഭർത്താവ് എവിടെയാണ്? ഭർത്താവില്ല, മകനില്ല, കൂടെ ജീവിതം എന്തെന്നറിയില്ല, തൊഴിലില്ല. ഇവൾ ചെയ്യുന്ന ജോലി എന്താണ്? ഇവക്ക് എന്താണ് തൊഴിൽ? ട്രാൻസ് വിഭാഗക്കാരെ കൂടെ നടക്കുന്ന ആ ഒരു വിഷയം ഞാൻ ഇതിന്റെ കൂടെ ചേർക്കാം. അതിനകത്തുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഇവൾ ട്രാൻസ് വിഭാഗത്തിന് വേണ്ടി എന്ത് എന്ത് ഉണ്ടയാണ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ കുത്തിക്കേറിപ്പോയി സ്വന്തം റീച്ചിന് വേണ്ടിയിട്ട് ആളുകളുടെ കാലിൽ നക്കുന്ന പരിപാടി നിനക്കാണുള്ളത്. ഞങ്ങൾ ചെയ്തത് നീതിയോടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കൃമിയാണോ അല്ലേ എന്നുള്ള തെളിവാണത്. പിന്നെ ഇവള് പറഞ്ഞത് എന്റെ കൊച്ചിന്റെ അച്ഛനും അച്ഛന്റെ ഭാര്യയും കൂടെ എന്റെ കൊച്ചിനെ നോക്കണമെന്ന്. എന്റെ മോൻ ഇത് കണ്ടിട്ട് സത്യസന്ധമായി പറയാം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ ലൈവ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കണം. ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇതിൽ എന്ത് വന്നു കഴിഞ്ഞാലും ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അമ്മച്ചി ചോദിച്ചിരിക്കുന്നത് അതിനുള്ള എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റിലത്തെ വീഡിയോയിൽ തന്നിട്ടുണ്ട്. കാരണം എന്റെ കൊച്ചിനെ ചോദ്യം ചെയ്യാൻ ഇവൾ ആരാണ്? ഈ കാട്ടവരാത അമ്മച്ചി ആരാണ്? എന്റെ വായിന്ന് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് പറയണം, ഇവൾ എന്റെ വാങ്ങിച്ച് ഈ പഞ്ചറായി പോയ ഒരുത്തിയാണ്. അതായത് അത്രയ്ക്ക് അവളെ ഞാൻ തെറി വിളിച്ച് ഞാൻ അവളെ ഊക്കി ഓട്ടിച്ചവളാണ്. കാരണം ഇവക്കെന്ന് പറഞ്ഞ ഒരു മര്യാദയോ ഒരു സാധനമോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു കഥ അറിയാവോ? ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇവള് ജാസ്മിനെ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്തു, ഭയങ്കരമായിട്ട് ആക്രമിച്ച് ജാസ്മിനെ തിന്ന് ജീവിച്ച ഇവള് ജാസ്മിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇവളെ ചെറുതിനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. എവിടെന്ന് വെച്ചിട്ടെന്നറിയാവോ? ഷിബിൻ അരിയെ കല്യാണമില്ലേ, അതിനകത്ത് വെച്ചിട്ട് ഷിബിനെണ്ണം വിളിച്ചതാ ചേച്ചിയെ കല്യാണത്തിന്. ആരി ചേച്ചിയും കൂടെ വിളിച്ചതാ. ആ കല്യാണത്തിന് പോയിട്ട് ഇളയ മോനെ വിട്ടിരിക്കുന്ന സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് നാണമില്ലാത്ത പഞ്ചവരാത മൂണിയാണ് ഇവള്.
അങ്ങനത്തെ അവള് ഒന്ന് ആലോചിക്കണം. അവളെ വിറ്റ് തിന്നിട്ട് കൊച്ചു കുഞ്ഞല്ലേ, ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചപ്പോ ചേച്ചി കൊച്ചു കുഞ്ഞല്ലേ ചേച്ചി, വരുമ്പോ നമുക്ക് മാറിപ്പോന്ന് വല്ല പറയാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കണം അവസ്ഥ. അടുത്തത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറയാം. കാരണം വെച്ചാൽ ഇനി വരുന്നത് മൊത്തം എനിക്കെതിരെയുള്ള അലിഗേഷൻ. ഞാൻ കുറച്ചു നേരം ഇരുന്നിട്ട് നല്ല അവരാധിക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പൊ തന്നെ ഏകദേശം 1 മണിക്കൂർ എടുപ്പിച്ചായെന്ന് തോന്നുന്നു. പിന്നെ മാതൃത്വം എന്താണെന്ന് നിനക്ക് മനസ്സിലാവത്തില്ല. കാരണം നീ നിന്റെ കുഞ്ഞിനെ നോക്കുന്നില്ല. നിന്റെ മാതൃത്വം അറിഞ്ഞുകൂടാത്തത് ഞാൻ എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കുന്നില്ല. എവളാണല്ലോ എന്റെ കൊച്ചിന് ചെലവിന് കൊടുക്കണത്, എവളാണല്ലോ നോക്കണത്. എടി പഞ്ചവരാതമേ, നീ നിന്റെ മക്കളെ നോക്കണടി. നീ തൂറിയിട്ട 2 ഉണ്ടല്ലോ അവിടെ. കാട്ടവരാതെ അവരാധിച്ചുണ്ടാക്കി 2 ഉണ്ടല്ലോ. മാപ്പിളനെ കൊന്നിട്ടുണ്ടാക്കിയതല്ലേ അതിന് 2 അതിനൊക്കെ നീ വല്ലതും കൊടുക്കണുണ്ടോ? നീ ആദ്യം നോക്ക്. കുഞ്ഞ് നാട്ടുകാരായില്ല. നിനക്ക് മാതൃത്വം നന്നായിട്ട് അറിയാവുന്ന നിനക്ക് കൊച്ചു എന്റെ കൊച്ചിനെ നാട്ടുകാരുടെ അടുത്ത് അങ്ങനെ വിസിബിളാക്കി ഇട്ടിരിക്കുകയാണ്. 10-18 വയസ്സായ ചെറുക്കൻ പോയി പഠിച്ചോണ്ടിരിക്കണം. നിന്റെ മുണ്ടച്ചി ബാധ്യത ആയതുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്നത് നിന്റെ കെട്ടിയവൻ ഇപ്പൊ കെട്ടിയ പെണ്ണുമാണ് നോക്കുന്നത്. അങ്ങനെ കെട്ടിയവനെ അറിയോതോരും അറിഞ്ഞൂടെ എന്റെ കൊച്ചിനെ കണ്ടിട്ട് പോലും ഇല്ല കെട്ടിയവൻ. ഇറങ്ങി പോടി എണീറ്റ് പഞ്ചരവാദമേ. നീ ചെയ്തത് കണക്കുള്ള സമരപന്തലുകളും നീതി നേടിക്കൊടുക്കാൻ മുല തുറക്കൽ, കൊതം തുറക്കൽ, ചുംബനിക്കൽ, ഇങ്ങനത്തെ പരിപാടികൾ. മുല തുറക്കലും കൊതം തുറക്കലും ചുംബനക്കലൊക്കെ നിന്റെ കാലിന്റെ ഇടയിലടി പുണ്ടച്ചി. ഈ കോട്ട വരാതമേ മിണ്ടാതെ ഇരുന്ന് നീ സംസാരിച്ചോ. നീ ഉണ്ടാക്കിയ സമരം അല്ലടി ഞാൻ ഉണ്ടാക്കിയ സമരം. ഞാൻ 15 വർഷമായിട്ടടി ഞാൻ ഈ തെരുവിൽ ഇറങ്ങി നിന്നിട്ട് ഞാൻ വെളിയിലിരുന്നിട്ട് പണിയെടുക്കാൻ തുടങ്ങിയത്. നിന്നെ പോലത്തെ അല്ലടി ഞാന് കേട്ടാ. നിന്നെ പോലത്തെ മറ്റേ സാധനം അല്ലടി ഞാന്. മനസ്സിലായില്ലേ? നീയാണ് ഈ കൊതം തുറന്നും മറ്റേ കുഞ്ചരിച്ചും ഒക്കെ ചെയ്തിട്ടുള്ളത്. കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന സമരം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള അതിന്റെ രാഷ്ട്രീയം വെളിയിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? മറക്കലും മാറു തുറക്കലും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഇതൊക്കെ മാത്രമേ കാണുള്ളൂ. ആണുങ്ങൾ പെണ്ണുങ്ങൾ തുണിയില്ലാത്തത്, മറ്റേ കാലിന്റെ ഇടയിൽ ആണുങ്ങളുടെ എന്തിരിക്കുന്നത്, അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ, ഇതൊക്കെയല്ലേ നീ അന്വേഷിച്ച് നടക്കുന്നത്. ഇതാണ് നിന്റെ വിഷയം എന്ന് പറയുന്നത്. ഇപ്പൊ നീ ട്രാൻസ്ജെൻഡേഴ്സ് എന്നെങ്കിലും പറയാൻ പഠിയടി അറ്റ്ലീസ്റ്റ്. നേരത്തെ നീ പറഞ്ഞല്ലോ ഒരു ശ്രീകുട്ടി നമീത, ശ്രീകുട്ടി നമിതയെ കമ്മ്യൂണിറ്റികൾക്ക് പോലും ശ്രീകുട്ടി നമിതേനെ വേണ്ട. അതറിയാവോ നിനക്ക്? അവള് കുറെ കിടന്ന് കുരക്കിണ്ടിരുന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് 8-9 ലക്ഷം രൂപ വാങ്ങിച്ച് തിന്നിട്ട് ഞണ്ണിയിട്ട് നാണമില്ലാത്ത കാട്ടവരാതോണ് കിടന്ന് ചിലച്ചോണ്ടിരിക്കുന്നത്. അറിയാവോ നിനക്കത്? അതിനെപ്പറ്റി വല്ല ധാരണ നിനക്കുണ്ടോ? ഒയാസിസ് കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സൊസൈറ്റിക്കകത്ത് വന്ന് ആളുകളെ ഊമ്പിച്ച് നല്ല വൃത്തിക്ക് തിന്ന് പുട്ടടിച്ച് കമ്മ്യൂണിറ്റികളെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്ത് ജീവിക്കുന്ന ഒരുത്തി ട്രാൻസ്ജെൻഡർ ആയിപ്പോയി. അതിന് അവൾക്ക് എന്ത് പ്രിവിലേജ് കൊടുക്കണോ? അവൾ കുറെ കിടന്ന് പറഞ്ഞു. അവൾക്കെതിരെ ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ, അവൾ കാണിച്ച വൃത്തികേട് സംസാരിച്ചതിന്റെ പേരിൽ അവൾ എനിക്കെതിരെ പറഞ്ഞു പോയി നീട്ടിയൊരു ഊമ്പ് വെച്ചോട്. ഇപ്പോഴും മ്യൂസിയം പോലീസ് സ്റ്റേഷനകത്ത് അവക്കെതിരെ ഞാൻ കൊടുത്ത പെറ്റീഷൻ കിടപ്പുണ്ട്. മനസ്സിലായോ? കേസ് ഞാൻ കൊടുത്തത്. നിനക്ക് പറഞ്ഞു തരണം അമ്മച്ചിക്ക് അറിയാൻ വേണ്ടിയിട്ട്. പോയി അന്വേഷിക്കണം അമ്മച്ചി. കേട്ടാടി? കുറെ ദിവസമായി നീ ഇതിനകത്ത് വന്നിട്ട് ശ്രീകുട്ടി നമ്മുടെ അങ്ങനെ എങ്ങനെ അരി നീ പോയി പിടിച്ചു വെച്ച് മുമ്പിൽ കൂടെ നോക്ക്. ഒന്നും എനിക്ക് പോകാൻ അറിയത്തില്ല. ഞാൻ അങ്ങനെയല്ല. പിന്നെ ജീവിത വിജയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്റെ ഭർത്താവ് മരണപ്പെട്ട് ഞാനും ഒരു വിധവ തന്നെയാണ്. എന്റെ മരണപ്പെട്ടതല്ല, കൊന്നത്. എന്നിട്ട് അവള് വിധവയായതാ. അവളെ ഭർത്താവിനെ അവള് കൊന്നതാട്ടോ. ആൺമക്കളെ പഠിപ്പിച്ച ആളാക്കി, ഒരാൾ തൊഴിലിനും മറ്റേയാള് പഠിപ്പിച്ച ആളാക്കി. നല്ല പഠിപ്പിക്കലാണ്, സൂപ്പറാണ്. ഞാൻ പ്രേവക്രകൾ കൊണ്ടുവരാം ചേച്ചി അടുത്ത് തുടങ്ങി വരട്ടെ. അപ്പോഴത്തേക്ക് ബാലൻസ് ഞാൻ കൊണ്ടുവരാം. പഠിക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ എന്റെ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടെന്നാണ്. എന്റെ പെറ്റുമ്മ എന്റെ ഒപ്പമുണ്ട്, എന്റെ ബന്ധുക്കൾ എന്റെ ഒപ്പമുണ്ട്. നിന്റെ ബന്ധുക്കൾ ആരടിയുള്ള നിന്റെ ഒപ്പം? നിന്റെ ബന്ധുക്കൾ ആര്? ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യണം. നിന്റെ ബന്ധത്തിൽ ഒരുത്തനെ കൊണ്ടുപോടി നീ. നിന്റെ പെറ്റുമ്മ ഉണ്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കൊണ്ടുപോയി അവർക്ക് നക്കാപ്പിച്ച് കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടിട്ട് അവള് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. വെച്ചൊരു വീട് അവിടെയുണ്ട്. നീ വെച്ച വീട് എവിടെയാണടി? നീ വെച്ച വീട് എവിടെയാണുള്ളതൊന്ന് പറയടി. എനിക്ക് ഇതിട്ട് നിന്റെ അഡ്രസ് ആടി. നീ വെച്ച വീട് എവിടെ? നിന്നെ തപ്പി നടന്നിട്ടേ കിട്ടണില്ല. നീ എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് പോലീസുകാരും ആൾക്കാരും മൊത്തവും തപ്പി നടക്കണുണ്ട്. നിന്നെ എത്രയോ കേസുകളിൽ നീ പ്രതിയാണ്. നിന്നെ തപ്പി നടന്നിട്ട് കിട്ടണില്ല ആൾക്കാർ. നിന്റെ ഈ പറഞ്ഞ ലൊക്കേഷൻ വെച്ച് പിടിക്കാന്നുള്ളത് സൈബർ കേസ് ആയതുകൊണ്ടിട്ട് അവർ അത്രമാത്രം എഫേർട്ട് എടുക്കുന്നില്ല. അത് അവരുടെ കഴിവുകേട്. പക്ഷെ ഇനി എഫേർട്ട് മിക്കവാറും മനുഷ്യന്മാരെടുക്കും. എന്നിട്ട് എന്റെ വീട്ടുകാരെ ഒന്ന് അടിക്കും നിന്നെ. അത് നീ വാങ്ങിക്കും മിക്കവാറും. നീ ആർക്കൊപ്പമാണ്? നീ ഇങ്ങനെ നടക്കല്ലേ ട്രാൻസുകളുടെ കൂടെ? ഞാനിങ്ങനെ നടക്കാനടി. നീ ശ്രീകുട്ടി നമ്മളിതിനെ പൊക്കും നടക്കല്ലേ ട്രാൻസുകളോടാ. അതിനെനിക്ക് അന്തസ്സാണടി ഉള്ളത്. ട്രാൻസുകളുടെ കൂടെ നടക്കുക, മൈനോറിറ്റി മനുഷ്യരുടെ കൂടെ, ആരും ഒപ്പമില്ലാത്ത മനുഷ്യരുടെ കൂടെ നടക്കുന്നത് എനിക്ക് അന്തസ്സാടി. എനിക്ക് എന്തടി എനിക്ക് നാണക്കേട്? എനിക്ക് ഒരു നാണക്കേടും ഇല്ലടി. ഞാൻ അവർക്കൊപ്പം തന്നെ അടി. ഞാൻ LGBT മനുഷ്യരുടെ ഒപ്പം തന്നെ. നിനക്ക് എന്ത് കടിക്കണ ചൊറിയണ? നീ പോയി ഒരാളാണോ ട്രാൻസ് ജെൻസിന്റെ കൂടെ നടക്കണ എന്ന് പറഞ്ഞുകൊണ്ട്
ട്രാൻസ്ജെൻസ് അല്ല, ട്രാൻസ്ജെൻഡർ. അവഹേളിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ കള്ളിയാണ് നീ. അവരെ വിറ്റ് തിന്നുന്നവനല്ലേ എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിയെ വെർബൽ റേപ്പ് നടത്തിയ സ്ത്രീയാണ് ഇത്. അതിനെതിരെ ഞാൻ അയ്യോ ഇതിനകത്ത് പോയടേ, അത് പോയടാ. എന്തിനായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? കണ്ടിന്യൂറ്റി കൊടുക്കണമല്ലോ. അതെ 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 അതെ, ട്രാൻസ്ജെൻഡർ കേട്ടോ, പ്രത്യേകം പറയണേ, ട്രാൻസ്ജെൻഡർ എന്ന്. ട്രാൻസ്ജെൻസ് അല്ല അമ്മച്ചി, അമ്മച്ചി ട്രാൻസ്ജെൻസ് അല്ല. ശ്രീകുട്ടി നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ സപ്പോർട്ട് ചെയ്യുന്ന അമ്മച്ചി. ജാസിയൊക്കെ കാട്ടവരാന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ വെർബൽ റേപ്പ് നടത്തിയ സ്ത്രീയാണ് ഇത്. അതിനെതിരെ ഞാൻ കർശനമായി പ്രതികരിച്ചിരുന്നു. ഉടനെ എന്നെ വിളിച്ചു, കുറെ തെറി വിളിച്ചു. അത് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു ഫെട്രാക്സ് മോൻ ഇവിടെയൊക്കെ മെന്റലിസം കാണിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകളെ പറ്റി മെന്റലിസം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാട്ടവരാ സാധനമുണ്ട്. എന്നെ വളരെയധികം നല്ല റെസ്പെക്റ്റോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഒരുത്തൻ മര്യാദയ്ക്ക് എൻ്റെ ഒരു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് കൊണ കാണിച്ചു. ഞാൻ നല്ല പച്ചത്തെറി അങ്ങ് വിളിച്ചു. എനിക്ക് ഇവൻ്റെ സഹോദരിയാണോ ആരാണെന്നൊന്നും അറിഞ്ഞൂടാ. അവളെ വെർബൽ റേപ്പ് ചെയ്തെന്ന്. അതായത് ഞാൻ പറഞ്ഞു, നിന്റെ പെങ്ങളെ നീ പോയി ഉണ്ടാക്കടാ, നിന്റെ മറ്റോളെ പോയി ചെയ്യടാ, അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പെങ്ങൾക്ക് 15 വയസ്സായുള്ളത്. എനിക്ക് എൻ്റെ പെങ്ങൾക്ക് 15 വയസ്സാകുക. എല്ലാവരെയും വിളിച്ച കൂട്ടത്തിൽ എല്ലാവരെയും നീട്ടി നിവർത്തി അങ്ങ് വിളിച്ചു ഞാൻ. വിളിച്ചതിനാണ് ഈ അമ്മച്ചിയുടെ വെർബൽ റേപ്പ്. അവളിരുന്ന് ചെയ്യണതൊന്നും വെർബൽ റേപ്പല്ല. ഇവളിരുന്ന് ഇവളുടെ ചാനലിൽ 24 മണിക്കൂറും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വെർബൽ റേപ്പ്. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കമ്മ്യൂണിറ്റികളെയും ഒക്കെ കൂട്ടവരാത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കണ്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വെർബൽ റേപ്പ്. അത് നമ്മുടെ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂ ആണ്. പേഴ്സണൽ വിഷയം. നിന്റെ അടുത്ത് എന്തൊരു പേഴ്സണൽ അടി? എന്റെ പോലെ വല്ലതും ഉണ്ടോടി നിനക്ക് പേഴ്സണൽ ആവാൻ? നിന്റെ വല്ലതും ഉണ്ടോടി പേഴ്സണല്? പോയി ചാവടി. അതെന്നെ ഇവള് ആര്? ഇവള് തീരാത്ത വൈരാഗ്യം എന്ന് പറയുന്ന ഇത്തരം വൃത്തികേടുകളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് കാണിക്കുന്നതാണ്. കൊണ്ടുവന്ന് നീ തുണി പൊക്കി കാണിക്കുന്നത്, അതാണ് മോളെ പ്രശ്നം. നീ വന്ന് ഈ പൊക്കി കാണിക്കുന്നത് എന്റെയാണ് പ്രശ്നം. ഇവളെ എന്തോ ചെയ്യട്ടെ. ഇവൾ ചെയ്തതിന്റെ ഒരിത് ഇവള് പിന്നെ ഏറ്റവും കൂടുതൽ അവള് കൊണ്ടു നടന്ന ആളാണ് ഈ കാണുന്ന ആള്. ആരാണ്? രഹന ഫാത്തിമ. ഇന്ന് അവൾ എവിടെ എത്തി? സ്വന്തം അച്ഛന്റെ ആശ്രിത നിയമത്തിൽ കൂടെ കിട്ടിയ ഗവൺമെന്റ് ജോബ് അത് കളയിപ്പിച്ച് പിച്ചക്കാരിയാക്കി സ്വന്തം തുണിമണികൾ ഊരി പബ്ലിക്കിന് കാണിച്ചു കൊടുത്ത് അതിൽ കൂടെ ഒരു വരുമാനത്തിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പെണ്ണിനെ കൊണ്ടെത്തിച്ചത് ദിയാസനയാണ്. ഇനി ആ ഫ്രണ്ട്ഷിപ്പ് നേരെ പോകുന്ന രേണുവിലേക്ക്. രേണുവും അതേ പാത. അതെ, അവളുടെ ബോഡി പൊളിറ്റിക്സ് പറയുന്നു. അവള് ബിക്കിനി മോഡലാണ്, അവള് ഷൂട്ട് ചെയ്യുന്നു. ഇതെല്ലാം ആക്കിപ്പിച്ചത് ഞാനാണെന്ന്. അവളുടെ ഇഷ്ടവും അവളുടെ സന്തോഷം. അവൾ നല്ല സൂപ്പറായിട്ട് ഹാപ്പി ആയിട്ട് അന്തസ്സായിട്ട് നല്ല 2 നില വീടൊക്കെ വെച്ച് കുറെ പ്രോപ്പർട്ടി ഒക്കെ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട് നല്ല പൊളപ്പനായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. അത് അവളുടെ രാഷ്ട്രീയമാണ് അവൾ പറയണത്. കട്ടക്കാളി അമ്മച്ചി കേട്ടാ. ഷീ ഈസ് മൈ ഫ്രണ്ട്, പ്രൗഡ് ഓഫ് മൈസെൽഫ്. നിന്റെ ഈ വീഡിയോയുടെ തംബ്നെയിലെ അവളുടെ മുതുക് കാണുന്ന ഒരു പടവല്ലേടി? എന്തിനായിരുന്നു അത്? അവളെയും വിറ്റ് തിന്നല്ലേടി അത് വെച്ചിട്ട്? നീ പഞ്ചവരാതമേ, നീ ചെയ്തോണ്ടിരിക്കുന്ന ആക്ട് എന്താണെന്ന് നീ ആദ്യം നീ കുനിഞ്ഞു നിന്ന് ചെയ്, അതാണ് നല്ലത്. സഞ്ചരിക്കുകയാണ്. അപ്പോ ഇവളുടെയൊക്കെ സൗഹൃദം കൊണ്ട് രേണുവിന് കിട്ടുക അതാണ്. നമ്മളുടെയൊക്കെ സൗഹൃദം കൊണ്ട് രേണുവിന് കിട്ടാൻ പോകുന്ന നന്മയുമായിരിക്കും. ഇവളെ സൗഹൃദം കൊണ്ട് രേണുവിന് നന്മ കിട്ടാൻ പോണേ. ഇവളെ സൗഹൃദം കൊണ്ട് രേണു നിന്നെ കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിന്റെ സൗഹൃദം ഉണ്ടാകാൻ വേണ്ടി. എന്റെ സൗഹൃദം കൊണ്ട് തൊടിയൊരിയലും ഇവളെ സൗഹൃദം കൊണ്ട് നന്മയും. ഇവള് ഇരുന്ന് മുള്ളണ കണ്ടാറോളി, റൈപ്പർ കണ്ടാറോളി. തിന്മ എന്താണെന്ന് ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഇവളെ പറ്റി ഞാൻ പറയുന്ന നുണയാണെങ്കിൽ ഇതൊന്ന് കേൾക്കുക. ആരോപണം ഉയർന്നിട്ടുള്ളത് അതും ഒളിവിലാണ്. നമസ്കാരം. നവജാത ശിശുവിനെ വിൽക്കാൻ ആക്ടിവിസ്റ്റ് ദിയാസന ശ്രമിച്ചതായി ആരോപണം ഉന്നയിച്ച് വിനോദ് ബാസ്റ്റിൻ എന്ന യുവാവ് ഫേസ്ബുക്ക് വഴി നടത്തിയ പ്രസ്താവന ശരിവെച്ച് കുഞ്ഞിന്റെ അമ്മയും രംഗത്ത്. വിനോദ് ബാസ്റ്റിനാണ് പ്രസ്താവന നടത്തിയ. വിനോദ് ബാസ്റ്റിനും
ആ കുഞ്ഞിന്റെ അമ്മയും എല്ലാരും ഞാൻ കൊടുത്ത കേസിൽ ഉണ്ട്. ഇപ്പോ കോടതിയിൽ അത് കേസ് നടക്കുന്നുണ്ട്. കേട്ടോടി അമ്മച്ചി, എനിക്കെതിരെ ഇല്ലാത്ത അലിഗേഷൻ ഉണ്ടാക്കി. ഞാനൊരു ആക്ടിവിസ്റ്റ് ആണ്. ഞാൻ കുറെ വിഷയങ്ങളിൽ ഇടപെടും. ഞാൻ ഇടപെടുന്ന വിഷയങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എന്നെ ചൊറിയും, മാന്തും, എന്നെ പലതരത്തിലും കൊണ്ടെത്തിക്കും. ഇനി ആ വിഷയത്തിന്റെ ഒരു ഗൗരവമേറിയ ഘട്ടം പറഞ്ഞുതരാം. 8 മാസം നിറവേറോട് വന്ന ഒരു അമ്മ വന്ന് ഞങ്ങളെ പോലുള്ള 1-2 സ്ത്രീകളെടുത്ത് വന്ന് പറയുകയാണ്, എങ്ങനെയെങ്കിലും ഈ കുട്ടി അബോർഷൻ ചെയ്യണം, അൺവാണ്ടഡ് പ്രഗ്നൻസിയാണ് എനിക്കുണ്ടായത്, എങ്ങനെയെങ്കിലും അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇല്ല മോളെ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ കുട്ടി വലിയ വലിപ്പമായ കൊച്ചാണ്, കൊച്ചിനെ പ്രസവിക്കണമെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ഹോസ്പിറ്റൽ ബില്ല് വരെ കൊടുത്ത ഒരാളാണ് ഞാൻ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി ഫ്രോഡ് പരിപാടി കാണിച്ച് കണ്ട RSSകാരന്മാരുടെ കൂടെ, ഈ പറഞ്ഞ വിനോബാസ്റ്റിന്റെ കൂടെ, രഹനയുടെ പാർട്ട്ണറായിട്ടുള്ളവന്റെ കൂടെയൊക്കെ നിന്ന് ഈ പെണ്ണ് എനിക്കെതിരെ ഒരു അലിഗേഷൻ ഉണ്ടായിക്കൊണ്ടുവന്ന് അവർ കൊണ്ടുവന്ന് കൊടുത്ത പൈസയും വാങ്ങിച്ചുകൊണ്ട് എനിക്കെതിരെ ഒരു അലിഗേഷൻ കൊണ്ടുവന്നു. അന്ന് എനിക്കെതിരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാനൊരു യൂട്യൂബറെ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ച ഒരു വിഷയം, അതിനെതിരെ ഞങ്ങൾക്ക് കേസൊക്കെ ആയിട്ട് ഞങ്ങൾ ഒളിച്ചു നിൽക്കുകയായിരുന്നു. ഞങ്ങളെ സ്വന്തം വീട്ടിൽ കേട്ടോ, ഒളിച്ചു നിന്ന ആ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ എനിക്കെതിരെ അലിഗേഷൻ വരും. അപ്പൊ എനിക്ക് ഈ ഡയറക്റ്റ് അലിഗേഷൻ വരുന്ന സമയത്ത് ആ ടൈമിൽ മിണ്ടാൻ പറ്റത്തില്ല, കാരണം കേസാണല്ലോ നമുക്ക് വന്നിരിക്കുന്നത്. അത് കാരണം നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല. ആ സമയം നോക്കി ഇതുപോലെ മറുനാടൻ മറുത പോലുള്ള ചാനൽക്കകത്തൊക്കെ പോയിട്ട് എനിക്കെതിരെ ഒരു അലിഗേഷൻ കൊടുത്തതാണ്, കള്ള കേസ് കൊടുത്തതാണ്. ആ പെണ്ണിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഈ പറഞ്ഞ കുണോബാസ്റ്റിനും അതുപോലെ കുണോബാസ്റ്റിന്റെ വൈഫിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. നല്ല എക്സ്ക്ലൂസീവ് ഒക്കെ ഉണ്ട്. അവർ ഭയങ്കര എക്സ്ക്ലൂസീവ് കാറാണ്, എക്സ്ക്ലൂസീവാണ് അവരുടേത്. അപ്പൊ അതാണ് അമ്മച്ചി പറഞ്ഞുകൊണ്ട് വരുന്ന നവജാത ശിശുവിന്റെ കഥ. എടാ ഇത് ഓപ്പൺ ചെയ് മോനെ, ഓപ്പൺ ചെയ്. അപ്പൊ അതാണ് നവജാത ശിശുവിനെ വിൽക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥ എനിക്കെതിരെ ഉള്ളത്. ഞാൻ അവർക്കെതിരെ കൃത്യമായി കേസ് കൊടുത്തിട്ടുണ്ട്. എനിക്കെതിരെ ഇല്ല അലിഗേഷൻസ് ഉണ്ടാക്കിയവർക്കെതിരെ കേസ് കൊടുക്കുകയും ആ കേസ് കോടതിയിൽ കിടക്കുകയും ചെയ്യാണ്. അല്ലല്ല അത് ഓപ്പൺ ചെയ്യും, ഇതായിപ്പോയി. അപ്പൊ അത് അങ്ങനെ കിടക്കുവാണ്. ഞാനേ വേറെ ഫോൺ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊച്ചുങ്ങളെ വിളിച്ചിട്ട് അവരുടെ ഫോൺ വാങ്ങിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിനോബാസ്റ്റിൻ പറഞ്ഞ നുണയാണെങ്കിൽ ആ അമ്മ ശരിവെക്കും. ഇവൾ ഈ വിനോബാസ്റ്റിനെ അവന്റെ ഭാര്യനെയൊക്കെ പൂരെ തെറിവിളിച്ചവളാണ്. അതിനെതിരെ ഭയങ്കര അലിഗേഷനൊക്കെ കൊണ്ടുവന്ന് വന്നവളാണ് ഇവള് അവിടെ ദുബായില് ഒരു പെണ്ണിനെ അബ്യൂസ് ചെയ്യാനും ഇവള് മറ്റേ പരിപാടിക്കൊക്കെ ഇറക്കി വിട്ടിട്ട് ഇവളെ ദുബായിലെ പാസ്പോർട്ടൊക്കെ ബാൻ ചെയ്ത് ഇവളെ നാട്ടിലേക്കൊക്കെ കയറ്റിയിട്ട ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തിന് മുമ്പ് ഇവള് കുറെ പെണ്ണുങ്ങൾ അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പെണ്ണ് ഇവക്കെതിരെ രംഗത്ത് വന്നായിരുന്നു. ആ വിഷയം പറഞ്ഞുകൊണ്ട് വിനോബാസ്റ്റിനെ അവന്റെ ഭാര്യയും കൂടെ വന്നപ്പോഴത്തേക്കാണ് ഇവളെ എക്സ്പ്ലോർ ആവുന്നത്. ശരിക്കും ഇവളൊരു പെണ്ണിനെ കൂട്ടിക്കൊടുക്കുന്ന സമയത്താണ് ഇവൾ എക്സ്പ്ലോർ ആവുന്നത്. അങ്ങനെയാണ് ഇവളുടെ ചരിത്രമൊക്കെ ഞങ്ങൾ അറിയുന്നത്. ശരിക്കും അങ്ങനെയാണ് എനിക്ക് ഇവൾ അറിയുന്നത്. അന്ന് ഇവനുമായിട്ട് വിനോബാസ്റ്റിനുമായിട്ട് എനിക്ക് കണക്ഷൻ ഇല്ല. അപ്പൊ ഇവക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഇവളെ അറിയാം. അങ്ങനെ ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലപ്പുറം ഇവളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും എനിക്കറിയത്തില്ല. ഫൈനലി അവള് തന്നെ വന്നിട്ട് ഇതുപോലെ വിനോബാസ്റ്റിന്റെ അവന്റെ ഭാര്യയുടെയും മറ്റേ സെക്സ് വീഡിയോയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവൾ ഇങ്ങോട്ട് എനിക്ക് അയച്ചു തന്നിട്ട് ഇപ്പൊ പറയണത് അവക്ക് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അതിന്റെ പ്രൂഫ് ഉണ്ട്, നീ പ്രൂഫ് കാണിക്കണം കേട്ടോ. നിന്നെ ഞാൻ ചലഞ്ച് ചെയ്യണേ, പ്രൂഫ് കാണിക്കാം കേട്ടാടി കാട്ടവരാതമ്മേ. നിന്നെ ഞാൻ ചലഞ്ച് ചെയ്യാ, പ്രൂഫ് കാണിക്കാൻ. ഇവള് ഇങ്ങോട്ട് അയച്ചതാണ് സംഭവം. എന്നിട്ടാണ് അവളിരുന്ന് കഥ അടിക്കുന്നത്. ഇപ്പൊ അവനെയും അവളെയും കൂടെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് ഇവള് കഥ അടിച്ചോണ്ട് ഇറങ്ങുക. സ്വന്തം കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് പിച്ച് പറക്കി അങ്ങോട്ട് വിറ്റ് അതിൽ നിന്നൊരു തുക കൈയെടുക്കാൻ ഇവൾ ശ്രമിച്ച കാര്യമാണ് വാർത്തയായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടെ വാർത്തയായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അവർക്ക് അറിയാം അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന്, ആ കേസ് നിലനിൽക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും കരുവാക്കി കാണിക്കാൻ വേണ്ടി കുഞ്ഞിനെ വിറ്റെന്നുള്ള കഥ അടിക്കണം. അതാണ് അമ്മച്ചിയുടെ തീരുമാനം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഈ പറയുന്ന പിന്നെ ദിയാസുനെ വിൽക്കാൻ ശ്രമിച്ച കുട്ടിയുടെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയാം. അവർ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ നാട്ടുകാർ കൊണ്ടു കൊടുക്കാൻ പോയത്, വിറ്റ് പൈസ വാങ്ങിക്കാൻ പോയത്. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ കുഞ്ഞിനെ പിടിച്ചു വാങ്ങിച്ച് ഭർത്താവ് കൊണ്ട് വെച്ചിരിക്കുന്നതിന്റെ റീസൺ അതാണ്. നിന്റെ കൂടെ തന്നെ, അതായത് ഞാൻ വിൽക്കാൻ ശ്രമിച്ചു, അതുകൊണ്ടിട്ടാണ് എന്റെ കുഞ്ഞിനെ എന്റെ ഭർത്താവ് വാങ്ങിച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഭർത്താവിന് എന്റെ കുഞ്ഞാരാന്ന് പോലും അറിഞ്ഞൂടേടി കാട്ടവരാതമേ. കണ്ടിട്ട് പോലും ഇല്ലടി നാറി. നിനക്ക് നീ പറഞ്ഞാലടി കള്ളി 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 കള്ളി. നീ വിൽക്കും അതിനെ. 18 വയസ്സായ മുതുക്കാനെ ഞാൻ വിൽക്കാൻ പോണ്. അവരാണെങ്കിൽ ഇവിടെ നിന്ന് തരാൻ പോണെ എന്റെ പോയി വിൽക്കാൻ. ഇവളെ എന്ത് ചെയ്യട്ടെ? ഇവളെ വെള്ളരിക്കാൻ പറ്റണോ ഇവിടെ? തള്ള കൊണ്ട് കൊടുത്താൽ ഉടനെ കേസ് എടുക്കും. മനസ്സിലായില്ലേ? തള്ള കൊണ്ട് എടുത്താൽ ഉടനെ കേസ് എടുക്കും. പക്ഷെ മൂഞ്ചി പോയി, എന്റെ പേരിൽ കേസ് എടുത്തില്ല. അതാണ് പറ്റിപ്പോയത്.
കഥ അടിച്ച് കുറെ ചാനലുകളിലും അവിടെ എവിടെയൊക്കെ അടിച്ചു. പക്ഷെ അടിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ പോലീസുകാർ കൃത്യമായിട്ട് അറിയാം ഇതൊക്കെ കള്ളന്മാരാണ്, കള്ളികളാണെന്നൊക്കെ. അതുകൊണ്ടിട്ട് എടുത്തില്ല. കേട്ടാടി അമ്മച്ചി? അങ്ങനെ കേസ് വന്നിട്ടുണ്ട്. വിനോദ് ബാസ്റ്റിനാണ് ഇതിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. കേസ് കൊടുത്തിട്ടുള്ളത് വിനോദ് ബാസ്റ്റിൻ. നീ എനിക്ക് തെളിയിക്കണം അവൻ കൊടുത്ത കേസും എനിക്കെതിരെ എടുത്ത ആക്ഷനും. കേട്ടാടി നാറി? തെളിയിക്കടി. ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യണം. തെളിയിക്കേ. വിനോദ് ബാസ്റ്റിനാണ് ഈ വിഷയം പുറം ലോകത്തേക്ക് എത്തിച്ചത്. വിനോദ് ബാസ്റ്റിനാണ്. നിന്നെ പോലെയുള്ള ഒരു കാട്ടപരാധങ്ങൾ കുറെ എണ്ണം ഉണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പേ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു, നീയും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നിനക്കൊന്നും വേറെ പണിയില്ലാത്തതുകൊണ്ടിട്ട് പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ആളുകളെ എടുക്കുക, അവരെ അങ്ങ് അവരാധിക്കുക, ഇതൊക്കെയായിരുന്നു നിന്റെയൊക്കെ പരിപാടി. അതൊക്കെ നീ ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പോഴും നീ തുടർന്നുകൊണ്ടിരിക്കുന്നു. നീ നാട്ടുകാരെ ഊമ്പിച്ച് തിന്നോണ്ടിരിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഞങ്ങളൊരു മന്ത്രിയുടെ അടുത്ത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ മന്ത്രിസഭയിലോട് പ്രശ്നം ഉണ്ടാക്കാൻ ചെല്ലുമ്പോൾ ഈ കൊച്ചമ്മ അവിടെ വരും. വന്നിട്ട് കൊച്ചമ്മയുടെ പണിയിട്ട് ലൈവ് ഇടുക എന്നാണ്. അന്നത്തെ കാലഘട്ടം നമുക്ക് ഈ കൊച്ചമ്മയുടെ ഉദ്ദേശമൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. മന്ത്രിമാരെ അടുത്ത് പോയിട്ട് ചേച്ചിയാണെങ്കിൽ ഊമ്പിച്ച് മന്ത്രിമാരെ മൊത്തം. ചേച്ചിയാണെങ്കിൽ സകലമാന അവകാശങ്ങൾ വാങ്ങിച്ചെടുത്ത് ഷെൽട്ടർ ഹോം ഉൾപ്പെടെ ഉള്ളതിനെ പൂട്ടിക്കുന്ന അവസ്ഥയിലൊക്കെ കൊണ്ടെത്തിച്ച് ചേച്ചിയാണെങ്കിൽ ഷെൽട്ടർ ഹോമിനകത്ത് കിടന്ന് കാട്ടവരാധമായിരുന്നു. ചേച്ചി നാട്ടുകാരുടെ അടുത്തുനിന്നും സെക്സ് വർക്കിന് നിൽക്കുന്ന പിള്ളേരുടെ അടുത്ത് നിന്നൊക്കെ പൈസയൊക്കെ പിടിച്ചു വാങ്ങിച്ചിട്ടൊക്കെ ചേച്ചി അങ്ങ് ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്ത് ചേച്ചി വെറുതെ ആവശ്യമില്ലാതെ എല്ലാം ചെയ്ത് ചേച്ചിയുടെ ഈ അപരാധങ്ങൾ മുഴുവനും ഞാൻ അങ്ങ് വിളിച്ചു പറഞ്ഞു. വേറെ ഒരു കമ്മ്യൂണിറ്റികളും എനിക്കെതിരെ പറയില്ലല്ലോ. ഈ പറഞ്ഞ ഈ ട്രാൻസ്മെൻ ഈ ശ്രീകുട്ടി നമിത മാത്രം എന്തുകൊണ്ടാ പറയുന്നത്? എന്റെ കയ്യിൽ നിന്ന് ഊമ്പിച്ചു, എന്നെ ഊമ്പിച്ച് നല്ല വൃത്തിക്ക് എന്നെ ഊമ്പിച്ച് തിന്നു. ഏകദേശം ഒരു 7-8 ലക്ഷം രൂപ അടുപ്പിച്ചെങ്കിലും എന്നെ നല്ല രീതിയിൽ മുതലാക്കി എന്നെ തിന്നു. ഒയാസിസിന്റെ പേരും പറഞ്ഞ് കമ്മ്യൂണിറ്റികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ പേരും പറഞ്ഞ് ഇഷ്ടം പോലെ തിന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ, ഒരു നാണവും ഇല്ല, ഒരു മാനം ഇല്ലാതെ വന്നിരുന്ന് ഇപ്പം ചിരയ്ക്കാൻ വന്നിരിക്കുക. ഈ അക്കൗണ്ടുകളിൽ മോണിറ്റൈസിങ് ഉണ്ടായതിനു ശേഷം പഴയ ചരിത്രങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഇപ്പൊ പബ്ലിക് ഫിഗറിലൊക്കെ നിൽക്കുന്ന ആളുകളെ പിടിക്കുമ്പോഴത്തേക്ക് കുറെ അപരാധങ്ങൾ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള അത് വാങ്ങിച്ച് തിന്നിട്ട് ഞണ്ണല്ലോ ആ സാധനം വാങ്ങിച്ചിട്ടുള്ള കുറെ നാളായിട്ട് ഇരുന്നുകൊണ്ട് പറയണ ഇവള് ട്രാൻസ്ജെൻഡേഴ്സിന്. കുറച്ച് അവന്മാര് വരും കേട്ടോ എന്റെ കമന്റ് സെക്ഷനിൽ. കുണ്ടന്മാരെ ഊമ്പിച്ചിട്ടുണ്ടല്ലോ, ട്രാൻസ്ജെൻഡേഴ്സിനെ ഊമ്പിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിന് ഏതെങ്കിലും തരത്തിൽ ഒരു വരുമാനം അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. വരുമാനമല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് ഏതെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ ഊമ്പിച്ചിട്ടുണ്ടാവും. അവർക്ക് ഇന്ന് വരെ ഒന്നും കിട്ടാത്ത സ്ഥലത്ത് എനിക്കെവിടെ എന്താണ് കിട്ടുന്നതാണ് നീയൊക്കെ പറയണത്? ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ബില്ല് പോലും പാസ്സാവാതെ അത്രയും കഷ്ടപ്പെട്ട് സ്ട്രൈക്ക് ചെയ്ത് സമരം ചെയ്ത് കഷ്ടപ്പാടുകളിലൂടെ ഇന്ന് ഓരോരുത്തരുടെ മെന്റൽ ഹെൽത്തും അത്രയും വലിയ ട്രോമയിലൂടെയൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള പാഷാണത്തെ കൃമികളൊക്കെയാണ് കമ്മ്യൂണിറ്റികളെ പോലും പറയിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന നാറികൾ. ഇതുപോലത്തെ 1, 2, 3 എണ്ണം ഉണ്ട്. കുറെ കമ്മ്യൂണിറ്റികളെ പറയിക്കാൻ വേണ്ടിയിട്ടുള്ള നാറികളുണ്ട്. അവളുമാരെ കാരണമാണ് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റികൾക്ക് ഒന്നടങ്കം ഒറ്റയ്ക്ക് പേര് ദോഷം വരുന്നത്. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ ശ്രീകുട്ടി നമിതനെയൊക്കെ പോലെ ഉള്ളവളുമാര് വന്നിട്ട് ഒരു സ്ത്രീയാണ്, ഒരു പെണ്ണായ ഞാൻ കമ്മ്യൂണിറ്റിക്കൊപ്പം നിൽക്കുന്ന അത്രമാത്രം ഒന്നുപോലുമില്ല ഇവൾക്കുള്ളത്. ഇവൾ എല്ലാം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എല്ലാ പിള്ളേരെയും ഊമ്പിക്കുകയാണ് ചെയ്തത്. ശരിക്കും കുടുംബത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് ഇറങ്ങി വന്നിരിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവർക്കൊന്നും ജീവിതത്തിൽ ഒന്നുമില്ല. അപ്പൊ അവർക്ക് അമ്മ, മക്കള്, ബന്ധങ്ങളൊക്കെ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആളുകളാണ്. അങ്ങനെ ചൂഷണം ചെയ്യുന്ന ഒരുത്തി, അങ്ങനെ വരുന്ന പിള്ളേരെയൊക്കെ, ചെറിയ പിള്ളേരെയൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരുത്തി, അങ്ങനത്തെ ഒരുത്തി വന്നിരുന്ന് പറയുന്ന കഥയാണ് ഇവൾ എനിക്ക് എക്സ്പ്ലനേഷൻ ഉണ്ടാക്കി തന്നെ. ഞാൻ അവൾക്ക് പോലും കൊടുത്തിട്ടില്ല ഈ എക്സ്പ്ലനേഷൻ. കാരണം അവളൊരു കാട്ടവരാതായതുകൊണ്ടിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. ഈ റീസെന്റ് അവള് സമരത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അവളെ മുണ്ടുപൊക്കി കാണിക്കലൊക്കെ അവിടെ നടത്തിയിരുന്നു. ഞാനും നല്ല വൃത്തിയായിട്ടൊന്ന് ഉരിഞ്ഞൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് സമാധാനമായി നിവൃത്തി അടഞ്ഞു. അത് അപ്പോ അവളെ നിലനിർത്തി ഞങ്ങളെ അത് വേറെ വിടുന്നു കേട്ടോ. ഇവള് പറയുന്നതിനകത്ത് ഞങ്ങളെ നിലനിർത്തി ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ശ്രീകുട്ടി നമിതയുടെ അണ്ടറിൽ വരുന്ന ഒരു സർക്കിൾ ഓഫ് മനുഷ്യരല്ല. ശ്രീകുട്ടി നമിത ഒരു ഇൻഡിവിജ്വൽ ആണ്. കമ്മ്യൂണിറ്റിയെ ഊമ്പിപ്പിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്നാണ് എനിക്ക് അവരെ പറ്റിയിട്ട് പറയാനുള്ളത്. ഞങ്ങളെന്ന് നീ പറയണ്ട. മറ്റുള്ള കമ്മ്യൂണിറ്റികളൊന്നും എന്നെ ഒരു രീതിയിലും അകറ്റി നിർത്തിയിട്ടുമില്ല, എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ആ ചെറുക്കനോടുള്ള ദേഷ്യത്തിന് ആ ഉമ്മയെയും ആ കുട്ടീനെയും പച്ചത്തേറി വിളിക്കുന്നതാണ് ഞാൻ കേട്ടത്. ഈ മാതൃത്വം തുളുമ്പുന്ന ഒരാളാ. മാതൃത്വം തുളുമ്പുന്ന തന്നെടി, നല്ല മാതൃത്വം തന്നെടി. നിന്നെ പോലെ വെച്ചോണ്ടിരുന്ന് ഉണ്ടാക്കലല്ലടി എന്റെ പരിപാടി. അങ്ങനെ തുള്ളി തുളുമ്പുവാ. അയ്യോ, മാതൃത്വം കൊണ്ട് നിക്കണം, നടക്കാൻ വയ്യ. ഒരു ബോട്ട് കൊണക്കൻ നിക്കാൻ നടക്കാൻ വയ്യ. നീ പോയിട്ട് തൂറ് ചെയ്യുന്ന തട്ടിപ്പിൽ ഇവളും ഭാഗമാണ്. അവളെ ഞാൻ എതിർക്കുന്നു എന്നത് ദേഷ്യമാണ് എന്നോടുള്ളത്. എന്നെ വിളിച്ച് കുറെ കൊണ പറഞ്ഞു. ഈ വിനോദാസിന്റെ ഭാര്യയുടെ അതായത് അവർ തമ്മിൽ സെക്സ് ചെയ്യുന്ന വീഡിയോ എനിക്ക് കൊണ്ടുവന്നിട്ട് അതൊന്ന് പബ്ലിഷ് ചെയ്യുമെന്ന് ചോദിച്ചാൽ മുടിക്കുകയാണത്. വിനോദാസിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് കാണിച്ചേ.
എനിക്കത് ഇതാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, തന്നത് ഇവളാണ്, ഞാനത് ചെയ്തിട്ടില്ല. കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, അതായത് എനിക്ക് കൊണ്ടുവന്ന് രണ്ടുപേര് തമ്മിൽ ചെയ്യുന്ന സെക്സ് വീഡിയോ കൊണ്ടുവന്ന് എനിക്ക് ഇട്ട് തന്നിട്ട് ഈ അമ്മച്ചി പറയണോ അവരുടെ മറ്റത് ഇറങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നേക്കുവാ ഈ കാട്ടവരത് തള്ള. എന്നിട്ട് അവള് വന്നിട്ട് പറയുന്നത് ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തെന്ന് അവരിളക്കാൻ വേണ്ടി അടുത്ത്. താല്പര്യം നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം നമ്മൾ പറയണ്ടല്ലോ. നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് നയിക്കുമെന്നത് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് എവള് സപ്പോർട്ട് ചെയ്തതാണ് ജാസ്മിൻ ജാഫർ. ഇന്ന് ആ കൊച്ചു എവിടെ നിൽക്കുന്നത്? അയ്യോ, ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ തരിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ സപ്പോർട്ട് ചെയ്താണ് അവളുടെ. ജാസ്മിൻ ജാഫറിന് പറയാൻ ഇനി ഒരു അപരാധമില്ലാതെ കാട്ടപരാധം പറഞ്ഞ് ഒരു സീസൺ മുഴുവനും ലക്ഷക്കണക്കിന് രൂപ അവൾ അപരാധിച്ച് തിന്ന കണ്ടാറുളിയാണ് ഈ ഇരുന്ന് ഉണക്കണതേ. എന്റെ പൊന്നെ ഒന്ന് കേക്കണേ, ഞാൻ കാരണം അവളെ ജീവിതം പോയിന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. നിങ്ങൾ വെറുതെ ഒന്ന് ഷഫീന ബേബി ജാസ്മിൻ ജാഫർ എന്ന് അടിച്ചു നോക്കണം. ഷഫീന ബേബി ജാസ്മിൻ ജാഫറിനെ പറ്റി പറയുന്ന കാട്ടപരാധം കേൾക്കണം. ജാസ്മിൻ ജാഫറിനെ മാത്രമല്ല, ജാസ്മിൻ ജാഫറിന്റെ വാപ്പ, ഉമ്മ, സഹോദരൻ, സകലമാന ആൾക്കാരെ ഇവള് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കേൾക്കണേ. ഒന്ന് ഒരു വ്യക്തിയെ കൊണ്ടുവയ്ക്കാൻ പറ. ലൈഫിൽ ഏറ്റവും നഷ്ടം വരുന്നത് ഈ നികൃഷ്ട ജന്മത്തിനെ കൂടെ ചേർത്ത് പിടിക്കുന്നവർ. നികൃഷ്ട ജന്മത്തിന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടടി. നികൃഷ്ട ജീവി, നിന്റെ കൂടെ ആരടി പബ്ലിക്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങി വരാനുള്ളത്? കുറെ പേര് രേണുവിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറെ മനുഷ്യർ വന്ന് നിന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിന്റെ വീഡിയോയില്. നീ ആ ടൈം നോക്കി നിന്റെ ഒരു മാനിപ്പുലേഷൻ ഉണ്ട്. എല്ലാ ആളുകളെയും നീ മുമ്പേ നടത്തിയ എല്ലാ ക്രയവിക്രയങ്ങളെയും കൂടെ നിനക്കൊരു സപ്പോർട്ടിങ് വരുന്നതെന്ന് കാണുമ്പോൾ അതിനകത്ത് കൊണ്ടുവന്നിട്ട് തള്ളുന്ന പൊട്ടിന്റെ പീര. നിന്റെ ഏടി കാട്ടവരാതെ നിന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ആളുകൾ പിടിച്ച് തല്ലോടി നിന്നെ. എത്ര പിള്ളേരെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നീ കാരണം ആക്രമിക്കപ്പെട്ട പെണ്ണുങ്ങളുടെ മാത്രം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടത്തോടെ വരും ചൂലും എടുത്തോണ്ട്. അമ്മച്ചിയുടെ അഡ്രസ് എന്ന് പറഞ്ഞാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറയടി. അത് മനസ്സിലാക്കിക്കോ. എന്റെ ഒപ്പം ചേർന്ന് നിന്നപ്പോ എനിക്കുണ്ടായ നാണക്കേട്, അപമാനം, ബുദ്ധിമുട്ടുള്ള തക്കി തൂരെ അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സമാധാനമായി എന്നുള്ളതാണ് ഈ വിഷയം. അയ്യോ, തക്കി തൂരറി. ഇവളുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഇവള് ആരിവള്? ഈ കാട്ടപ്പുണ്ടച്ചി ആര്? എനിക്ക് ഇവളെ അറിയത്തില്ല. ഇവള് പറയണെന്ന് വെച്ചാൽ ഞാൻ ഇവളെ ലൈഫിൽ നിന്ന് എടുത്ത് കളഞ്ഞപ്പോഴേ എനിക്കൊക്കെ സ്വസ്ഥ. ഇവള് ആരടി തീട്ടമേ? നീ ആ സിയാപ്പവലിന്റെ ഒക്കെ അവിടെ വന്നാണ് നിന്നെ ഞാൻ കാണുന്നത്. അന്നാണ് ഞാൻ ഈ ചട്ടുകാലാണെന്ന് വരെ അറിയുന്നത്. നിനക്ക് എണീക്കാൻ നടക്കാൻ ദിയാസന അല്ലേ എന്ന് വിളിച്ച് ഞാൻ നിന്റെ അടുത്തോട്ട് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ആണെങ്കിൽ അവിടെ പിന്നെ ചട്ടുകാലിയല്ലേ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറി വന്നതാണ്. ഞാൻ നിന്റെ ഈ കുള സ്വഭാവം അന്നേ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ നിന്റെ മോന്ത പിടിച്ച ടാറിൽ ഉറച്ചു വിറ്റണായിരുന്നടി മറ്റേ മോളെ. പറയണമെന്നുള്ളത് എനിക്ക് ആരോ കൊണ്ടുവന്ന് ഇട്ടത് കൊണ്ട് മാത്രമല്ല, ഞാൻ പലപ്പോഴായി ചിന്തിച്ചു വെച്ചൊരു കാര്യമാണ്. ചരിത്രം ഞാൻ ഫുള്ള് റിപ്പോർട്ട് എടുത്ത് പബ്ലിക്കിലിടും. ഇതൊന്നും ഈ പറഞ്ഞ ഒരു സാധനവും തെളിവില്ലാതെ അല്ല, എല്ലാത്തിനും ക്ലിയർ എവിഡൻസ് ഉണ്ട്. വിനോ ബാസ്റ്റിൻ കൊടുത്ത കേസുണ്ട്. വിനോ ബാസ്റ്റിന്റെ ടൈം ലൈൻ ഇപ്പോഴും അയാൾ പറയുന്ന പരാമർശങ്ങളുണ്ട്. മറുനാടൻ മലയാളി ഇട്ട വീഡിയോ ഇപ്പോഴും നെറ്റിൽ അവൈലബിൾ ആണ്. തുടങ്ങി ഇവൾക്കെതിരെയുള്ള സർവത്ര. ഈ വിനോ ബാസ്റ്റിനും ഭാര്യയും എന്തരാണടി? നല്ല XXX.com അല്ലേ? അവരിട്ട സ്റ്റേറ്റ്മെന്റ് കിടന്നു കഴിഞ്ഞാൽ അത് എനിക്കെതിരെയുള്ള തെളിവാവോ? നീ പോയി നീട്ടിയൊരു വെച്ചോട്. പിന്നെ എനിക്കെതിരെയുള്ള തെളിവുണ്ടാവുന്നത് കേസാണ്. എനിക്കെതിരെ കേസ് ഉണ്ടെങ്കിലാണ്. ഓക്കെ, അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ എടി ഷഫീന ബീവി അമ്മച്ചിര മോളെ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. നീ ഒന്ന് എടുത്തോണ്ടിട്ടിട്ട് ഉണ്ടാക്ക്. നിന്റെ ഈ മറ്റേ സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ സൈബറിനകത്ത് നിന്ന് സംസാരിക്കുന്ന മനുഷ്യരാണ്. നമ്മൾ ഈ ഒരുപാട് മനുഷ്യരുമായിട്ട് ഇന്ന് കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെ പറ്റിയിട്ട് കുറേ അധികം വിമർശനങ്ങൾ ആൾക്കാർക്ക് വരും. എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, എന്നെ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും, എനിക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ എനിക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ടാവും. അതിൻ്റെയൊക്കെ പേരിൽ എനിക്ക് ഒരുപാട് ആക്രമണങ്ങളും ഉണ്ടാവും. അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ആക്രമണങ്ങളല്ലാതെ ഇതൊന്നും ഒരു തേങ്ങയും അല്ല എന്നുള്ളത് ഞാൻ ഇതിനോടകം നിന്റെ അടുത്ത് പറയാണ്. ഞാൻ വിളിക്കാറുണ്ട് മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലടാ, മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ടടാ. എല്ലാവരും വന്നിട്ട് ചോദിക്കുന്നു എൻ്റെ അടുത്ത്. ഞാൻ ഞാനായിട്ട് പറയാം. കുറേ ഇവിടെ ഇരിക്കാൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വിയർത്ത് ഞാനിങ്ങനെ കുളിച്ചു പണ്ടാരടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഈ അടിച്ചടിച്ച് കളഞ്ഞ സമയത്ത് അതിനെ പറ്റിയിട്ട് പറയാൻ വിട്ടുപോയായിരുന്നു. ബസ്സിലൊരു ഇൻസിഡന്റ് എനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2019 ആ സമയത്തായിരുന്നു, ബിഗ് ബോസ് എന്ന് ഇറങ്ങിയ സമയത്ത് എനിക്കുണ്ടായ ഒരു ഇൻസിഡന്റ്. അത് ഞാൻ ഓൺ എയർ ലൈവ് ഇട്ടതാണ്. എനിക്കുണ്ടായ വിഷയം ഞാൻ ഡയറക്റ്റ് ലൈവ് ഇട്ടു. ആ വിഷയത്തിന്മേൽ എൻ്റെ പ്രതികരണം ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് അത് മോട്ടിവേഷൻ ആവുകയും ഒരുപാട് പെൺകുട്ടികൾ ഉൾപ്പെടെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും അവർക്കൊക്കെ നല്ല രീതിയിൽ
ഇത്തരം വിഷയങ്ങൾ പ്രതികരിക്കാൻ ഒരു മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്തു. ഇവള് സംസാരിക്കുവാണേ, മറ്റേ ഷിംജിതയുടെ വിഷയം വന്ന സമയത്ത് നിന്റെ വിഷയങ്ങളും ആ ടൈമുകളിൽ ഇതുപോലെ നിന്നിരുന്നെങ്കിൽ ആളുകളെല്ലാവരും കൂടെ നിന്നെ എടുത്തിട്ട് അങ്ങ് ഉടുത്തനായിരുന്നു. ഷിംജിതയുടെ വിഷയം പോലെ അല്ലല്ലോ ദിയാസനയുടെ വിഷയം. ദിയാസന പ്രതികരിച്ചിട്ടുള്ളത് ഓൺ എയർ ലൈവാണ്. അതിനകത്ത് പ്രതികരിച്ചിരിക്കുന്ന ചെറുക്കൻ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കേൾക്കുന്നു എന്നൊക്കെയാണ് അമ്മച്ചി വന്ന് പറയുന്നത്. ആ ചെറുക്കൻ കേസ് നടത്തിക്കൊണ്ടിരിപ്പുണ്ട് ഇപ്പോഴും. ആത്മഹത്യ ഇനി ചെയ്യുമെങ്കിൽ, അങ്ങനെ ചെയ്യുമെങ്കിൽ പോയി ചെയ്യട്ടെ. എന്നെ അബ്യൂസ് ചെയ്ത ഒരുത്തൻ ജീവനോടെ ഇരിക്കണ്ട, അതാണ് എൻ്റെ ആഗ്രഹം. മനസ്സിലായോ? അതുകൊണ്ടിട്ട് അത്തരത്തിലൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ നീട്ടിയൊരു ഊമ്പ് വെച്ചോടേ. എൻ്റെ ട്രോമറ്റൈസിങ് വിഷയങ്ങളെ നീ സംസാരിക്കാനായിട്ടില്ല. നീ ആളല്ല. ഷെഫീന ബീവി ആരുമല്ല. ഷെഫീന ബീവി അങ്ങനെ സംസാരിച്ചാൽ ഇവിടെ മറ്റു വിഷയങ്ങളിലല്ല ഞാൻ കൂടുതലും പ്രശ്നത്തിലാകുന്നത്. എൻ്റെ മകനെ പറ്റി സംസാരിക്കാൻ, ഞാൻ വളർത്തുന്ന എൻ്റെ കുഞ്ഞിനെ പറ്റി സംസാരിക്കാൻ നീ തൂറിയിട്ട കാട്ടവരാതങ്ങളെ പറ്റിയിട്ട് നീ സംസാരിക്കണം. നീ അവനിക്കൊക്കെ തിന്നാൻ കൊടുക്കണത്, നീ അവനിക്കൊക്കെ തൂറി കൊടുക്കുന്നത്, നീ വെച്ചോണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നീ ഊമ്പി കൊടുക്കണം. അല്ലാതെ എൻ്റെ മകനെ പറഞ്ഞ് നീ എൻ്റെ അടുത്തോട്ട് വന്ന നിന്റെ ഒരു ചെറിയ വിത്തുണ്ടല്ലോ, നിന്റെ ഒരു ചെറിയ വിത്ത് അവൻ തന്നെ നിനക്ക് തന്നോളും, നല്ല വൃത്തിക്ക് തന്നോളും. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിന്റെ ചെറിയ വിത്തിനല്ലേടി, നിന്റെ ചെറിയ വിത്ത് നിന്റെ തലമണ്ടടിച്ച് പൊട്ടിക്കുന്ന ഒരു കാലഘട്ടം വരും. അതിനു മുമ്പേ ചൂലുമായിട്ട് ഇവിടെ പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. നിന്നെ കൈ കിട്ടുന്നതിൻ്റെ അന്ന് നിന്നെ എടുത്തിട്ട് പൂശിയിരിക്കും. നീ ഒളിച്ചിരിക്കാതെ വെളിയിലോട്ട് ഇറങ്ങി വാടി. ഒളിച്ചിരിക്കാതെ നീ വെളിയിൽ വാ. ഇല്ലെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ കൊടുക്കുന്ന കേസിന്മേലെ നീ കോടതിയിൽ വാ, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വാ. എന്തിനു നീ ഒളിച്ചിരിക്കണം? അല്ലേ? അതല്ല എൻ്റെ വിഷയം. അപ്പം ഞാൻ ഈ വീഡിയോ ലൈവ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും നേരം എൻ്റെ ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. കുറേ ആളുകൾ എനിക്ക് വീഡിയോ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. കുറേ ആളുകൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ മെസ്സേജുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആരെയും ഇതാക്കി പോകുന്നതല്ല. കാരണം ഈ ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്യില്ല കേട്ടോ. ഇതിനകത്ത് ഇനിയിപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ആ ഒരു റെസ്ട്രിക്ഷൻ ഞാനങ്ങ് സഹിച്ചു. കാരണം ഞാൻ ഇതിനകത്ത് ഇപ്പം ഈ ലൈവ് ഇന്നലെ ഞാൻ വൈകുന്നേരം ഒരെണ്ണം വന്നു. പക്ഷേ എൻ്റെ അക്കൗണ്ട് റെസ്ട്രിക്ഷൻ വരുമെന്ന് വിചാരിച്ച് ഞാൻ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഡിലീറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എൻ്റെ മകൻ ഇത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചടാ ഞാൻ. കാരണം വെയിലത്തായിപ്പോൾ ഞാൻ വെളിയിൽ കാറ്റുകൊള്ളാന്ന് പറഞ്ഞ് ഇരുന്ന് അവിടെ ഇരുന്നങ്ങ് വെയിൽ കൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അതാ പ്രശ്നം പറ്റിയ. അപ്പം എന്താ പറയുക, അപ്പം എൻ്റെ മകൻ ഇത് കണ്ടു, അവനത് ബുദ്ധിമുട്ടായി, അവനത് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൃത്യം. കാരണം എനിക്ക് എൻ്റെ കൂടെയുള്ള എൻ്റെ ഉമ്മായി, എൻ്റെ വീട്ടുകാരും, എൻ്റെ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് അതിന് നീ റെസ്പോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ ശരിയാവില്ലല്ലോ. സോ അതുകൊണ്ടിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തതാണ്. ഞാൻ അവളെ കഥ പറയണത്. ഞാനിപ്പോൾ എന്താ ഇപ്പം ചെയ്യുക? ഇതിനകത്ത് കുറേ ആൾക്കാർ വന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഹായ്, താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടു, എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ആരൊക്കെയോ വീഡിയോ കോൾ റിക്വസ്റ്റ് ഒക്കെ തന്നിരിക്കുന്നത്, എന്തിനാണ് തന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം എനിവേ എൻ്റെ ലൈവ് വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാനെന്നാൽ പോട്ടെ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത്രയും നേരം എൻ്റെ ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാനൊരു 5 മിനിറ്റ് സമയം കൂടെ തരാം. അത് കഴിഞ്ഞ് ഞാൻ പോകുന്നു. കാരണം എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ എനിവേ എന്നാൽ ഞാൻ പോട്ടെ. കുറേ മെസ്സേജുകൾ മുകളിലോട്ടൊക്കെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും നമ്മൾ ലൈവിൻ്റെ താങ്ക് യു സോ മച്ച്. താങ്ക് യു. സലാമൊന്നും കിട്ടാനുള്ള മൂഡിലതോ അല്ല, മൊത്തത്തിൽ പോയി കിടക്കുമോ ഇത്, അതാ. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടിരുന്നാൽ മതി, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.